എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ദിവസം നേരുകയാണ്. പരീക്ഷകൾ ഇങ്ങനെ അടുത്തു കഴിഞ്ഞു. പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന ഒത്തിരി പേര് നല്ല കോമ്പറ്റീഷനാണ് കേട്ടോ. എല്ലാവരും പഠിക്കുകയാണ്. എവിടെ നോക്കിയാലും PSC എന്ന ലക്ഷ്യമായി പഠിച്ചവരെല്ലാം പരീക്ഷയോട് അടുത്ത് കഴിഞ്ഞു. ഒരുവിധം ഞാൻ തിരക്കുന്ന ഏതൊരു സ്റ്റുഡൻസ് ആയാലും സാറേ ഇത്ര ടോപ്പിക് തീർന്നു, സിലബസ് അനുസരിച്ച് തീർന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് സാറേ, ടെൻഷൻ അടിക്കുന്നു, ഇനി അങ്ങനെ ആവുമോ, ചോദ്യത്തിന്റെ ടൈപ്പ് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന തരം കാണുമ്പോൾ നമുക്കറിയാം അവർ പഠിച്ചു കഴിഞ്ഞു എന്നറിയാം. പിന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചോദ്യ ടൈപ്പിനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അത് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. ഇനി എന്താ ചിന്തിക്കാൻ? ആ ടൈപ്പ് ആയാലും ഞാൻ എഴുതുന്നു, അത് 4 ഓപ്ഷൻ, പക്ഷെ സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ സമയം എടുത്താലും പെട്ടെന്ന് കടന്നു പോകണം എന്ന് നോക്കുക. ഓക്കെ, ആ ടൈമിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കോണം. ഇല്ലാതെ ഇരുന്ന് 50 എണ്ണമേ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 50 കഴിഞ്ഞുള്ളതായിരിക്കും ചിലപ്പം എളുപ്പമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, അറിയാവുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുക. ജസ്റ്റ് കൺഫ്യൂഷൻ വന്ന് ഞാൻ അവിടെ തിരിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയേക്കാം, അങ്ങനെയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് ഒരു പരീക്ഷയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, ഞാൻ പരീക്ഷാ ഹാളിൽ എങ്ങനെ ഇരിക്കണം, പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്, ക്വസ്റ്റ്യന്റെ നിലവാരം എങ്ങനെ, ആ നിലവാരത്തിനനുസരിച്ചാണ് ഞാൻ ഇരിക്കേണ്ടത്, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. പൊതുവേ പോകുന്ന ഒരു ചോദ്യമാണ്, സാധാരണ നമ്മൾ കേട്ട് പഴകിയ റാങ്ക് ഫയലിലൊക്കെ ചോദിക്കുന്ന കണ്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് എങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട, സ്വാഭാവികമായിട്ട് ചെയ്യുക. പക്ഷേ ക്വസ്റ്റ്യൻ 1-2 മണിക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇത് സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താ, ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുള്ളവർ തീരുമാനിക്കണം ക്വസ്റ്റ്യന്റെ നിലവാരം എങ്ങനെയാണ്. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന കുട്ടി ഇതോ എഴുതിപ്പോയി, അങ്ങോട്ട് എഴുതി ഇതോ തകർത്ത് പോകുന്നു, എനിക്കാണോ ഈ പാട് എന്നുള്ള ഒരു ചോദ്യം വേണ്ട. ചിലപ്പോൾ അപ്പുറത്തെ കുട്ടി അങ്ങ് തകർത്ത് കറുപ്പിക്കും. അത് ചിലപ്പം ഏതെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരും, എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കാൻ പറ്റുന്ന കറക്കി കുത്താം എന്ന് പറഞ്ഞു വരുന്നേ. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത്രയും കുറേ നാൾ കൊണ്ട് വർക്ക് ചെയ്യല്ലേ ഈ ഒരു പരീക്ഷയ്ക്ക്. കൊറോണ കാലഘട്ടം തൊട്ട് ഇതേന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ജോലി, നിങ്ങൾ അർഹിച്ച ജോലി, നിങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എങ്ങനെ പരീക്ഷയെ സമീപിക്കണം, എങ്ങനെ പരീക്ഷാ ഹാളിൽ ഇരിക്കണം, ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ചോദ്യം വന്നാൽ ഞാൻ എങ്ങനെയൊക്കെ ആ ചോദ്യത്തിലൂടെ സമീപിക്കണം, ഇതെത്രയൊക്കെ ചിന്തിച്ചാൽ മതി. കൊച്ചു കുട്ടികളാണോ നിങ്ങൾ? അല്ലല്ലോ. അപ്പൊ കൊച്ചു കുട്ടികളല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ക്വസ്റ്റ്യൻ ലെവൽ പാടാണെങ്കിൽ പാട് തന്നെയാണ് കട്ട് ഓഫ്, അല്ലാതെ ഹൈ ലെവൽ കട്ട് ഓഫ് ഒന്നും പോവില്ല. നിങ്ങൾ അതിൽ ചിന്തിക്കേണ്ട. അപ്പോൾ ആ അറിയാവുന്ന, നമ്മൾ ഇത്രയും നാൾ കൊണ്ട് പഠിച്ച ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പാടാണ്, അല്ലെങ്കിൽ ഭയങ്കര IT പാട്, അല്ലെങ്കിൽ മലയാളം ഒരു രക്ഷയുമില്ല എന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടഫ് തന്നെയാണ്. നമ്മൾ ഈ പഠിക്കുന്ന റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്പുകളിലെ ക്ലാസ്സുകളും അതുപോലെ കുറേ നോട്ട്സുകളും ഒക്കെ ഒന്നും ലെവലില്ല എങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളാൽ പറ്റുന്ന നിങ്ങൾ തീർത്തിട്ടുണ്ടല്ലോ അല്ലെ. സ്കൂൾ ടെസ്റ്റ് തീർത്തിട്ടുണ്ട്, അതായത് നല്ലൊരു ടോപ്പിക് അനുസരിച്ച് സിലബസ് അനുസരിച്ച് ഒരുവിധം ഭാഗങ്ങളെല്ലാം മാക്സിമം തീർത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സുഖമായിട്ട് പോയിട്ട് വരിക കേട്ടല്ലോ. പോയിട്ട് വരുമ്പോൾ അതാൽ പറ്റുന്ന രീതിയിൽ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും കൂടുതൽ ഈ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അങ്ങ് ചർച്ച ചെയ്യരുത്. അങ്ങനെയാണോ ഇങ്ങനെയാണോ, യൂട്യൂബുകളിലൊക്കെ ചില സാറുമാർ ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറയും. ശരിയാണ്, അത്യാവശ്യമുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ കേൾക്കുക, ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ഒഴിവാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാത്തതേ ഉള്ളൂ. എന്തിന് ഈ പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, ടെൻഷൻ അടിക്കും. അതുകൊണ്ട് ഈ ഒത്തിരി വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം അങ്ങ് ഒഴിവാക്കും. ഈ അവസാന നിമിഷങ്ങളിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് പഠിക്കുക. അല്ലാതെ കട്ട് ഓഫ് കൂടുമോ, കട്ട് ഓഫ് ഇത്രേ വരുത്തോളൂ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ കേട്ടോ. അങ്ങനെ പറയുന്ന സാറുമാരൊക്കെ മികച്ചത് തന്നെ, നമ്മളതിനെ ഒരു കുറ്റമല്ല പറയുന്നത്. പക്ഷെ പലർക്കും ഒരു 50% പേരും അങ്ങ് ടെൻഷൻ അടിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഇനി ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതി. അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് പറയാണ്, ഇതെല്ലാം ഒഴിവാക്കി നിങ്ങൾ ടോപ്പിക് അനുസരിച്ച് സ്വസ്ഥമായിട്ടിരുന്ന് അങ്ങ് പഠിച്ച് 90% അധ്വാനിച്ചാൽ 10% നമ്മുടെ ദൈവം കൊണ്ടു തരുമെന്നല്ലേ പറയുന്നത്. അത് നമ്മുടെ വിധിയാണ്, നമ്മുടെ മനസ്സാണ് ആ ദൈവം എന്ന് പറയുന്നത്. ഹാളിൽ ഇരുന്ന് എഴുതുന്ന മനസ്സ് കേട്ടോ. അല്ലാതെ എനിക്ക് വിധിയില്ല, എനിക്കിത് നടക്കത്തില്ല, കുറേ നാൾ കൊണ്ട് പഠിക്കുന്നു, എനിക്ക് ദൈവം തരുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി പഠിക്കുക. നമ്മുടെ പ്രതീക്ഷകളല്ലേ അത് നോക്കിയാൽ മതി. വേറെ കൂടുതൽ ചിന്തിക്കേണ്ട, മനസ്സുറന്ന് സന്തോഷത്തോടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മുമ്പിൽ ഇനി പരീക്ഷകളുണ്ടല്ലോ, ഒത്തിരി പരീക്ഷകളുണ്ട്. വളരെ അപൂർവം പേരുള്ള ലാസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ മാത്രം ചിന്തിച്ച് എഴുതുന്നവര്, അങ്ങനെ ലാസ്റ്റ് പരീക്ഷയാണ് സാറേ എൻ്റെ, അങ്ങനെയും ചിന്തിച്ച് എഴുതരുത്. എൻ്റെ അവസാന ഘട്ടമാണ്, ഇതും നടന്നില്ലെങ്കിൽ പോയി സാറേ എന്നൊക്കെ പറഞ്ഞ് അവരോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ചിന്തിച്ച് പരീക്ഷാ ഹാളിൽ പോയാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ വരെ ടെൻഷൻ അടിച്ച് തെറ്റിക്കും. അതും ചിന്തിക്കേണ്ട കേട്ടല്ലോ.
നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരിക കേട്ടോ. തരുന്നെങ്കിൽ തരട്ടെ, നല്ല രീതി എഴുതാൻ പറ്റുന്നതാണെങ്കിൽ എഴുതിയിട്ട് വാ. ആത്മവിശ്വാസം ആദ്യം പരീക്ഷാ ഹാളിൽ വരെ പോവുക, അല്ലാതെ മുൻകൂട്ടി ചിന്തിച്ച് ഈ വാട്സപ്പുകളൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. വാട്സപ്പ് ഒന്നുകിൽ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് എങ്ങാനും ഒന്ന് ഓണാക്കി നോക്കുക, എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ഇപ്പോഴല്ലേ ആവശ്യം, ഈ ഒരു ആവശ്യത്തിലല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ഈ പരീക്ഷകൾ, ഇത്രയും നല്ല പരീക്ഷകൾ വരുന്നു. അപ്പോൾ ആ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയായാലും LDC ആയാലും LGS ആയാലും അർഹതപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുന്ന അടുത്ത നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ചെയറും ടേബിളും ആ ഒരു ഉദ്യോഗസ്ഥൻ എന്ന പദവി നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഞങ്ങളെപ്പോലെ ഉള്ളവർക്കെല്ലാം നിങ്ങൾ തന്നിട്ടില്ലേ, പഠിച്ച് നേടിയിട്ടുള്ളവരാണ്. അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ഹൈ ലെവൽ പഠിച്ചാലേ എന്നൊന്നുമില്ല. പരീക്ഷാ ഹാളിൽ ആ മനസ്സും കൂടെ ഉണ്ടാവണം കേട്ടോ. മനസ്സ് രൂപപ്പെടുത്തി എടുക്കുക, ചിന്തിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നതും ടെൻഷൻ അടിക്കാതെ എഴുതുന്നതും കൈയൊക്കെ വിറക്കും, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വരും. ടെൻഷൻ അടിച്ച് കൂടുതൽ അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയുന്നത്, എന്തിന് ടെൻഷൻ, എന്തിനേയും നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത്, ഒരു കാര്യവും ഇല്ല. ഈ ടെൻഷൻ എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞു ശീലം. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ ടെൻഷൻ ആവുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ അധികം കിടക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ പറയണം ഈ അവസാന നിമിഷം ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കുക, സ്വസ്ഥമായിട്ടിരിക്കും. എവിടെയെങ്കിലും ഒരു ഫ്രീ കിട്ടുന്ന സ്ഥലത്ത് പോയിരിക്കും, വെറുതെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒന്ന് ഫ്രീ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരിക്കും. പിന്നെ വീട്ടുകാരുമായിട്ടൊക്കെ സന്തോഷത്തോടെ ഒന്ന് 2 ദിവസം ഒന്ന് പെരുമാറി നോക്കേ, 2 ദിവസമായിട്ട് സന്തോഷിച്ച് ജോളിയായിട്ട് നടന്നു നോക്കേ, അപ്പോഴത്തേക്ക് അതങ്ങ് മാറും. ഇത് എപ്പോഴും ബുക്കേന്ന് പറഞ്ഞങ്ങ് ഇരിക്കുന്നവരുമാണ്. ബുക്കും ഈ ലോകവും ഇപ്പോഴത്തെ രീതി, ട്രെൻഡ്, ഓരോരുത്തർ പറയുന്ന രീതി, ഇതെല്ലാം കേൾക്കുന്തോറുമാണ് നിങ്ങൾക്ക് പൊതുവേ ഒരു ടെൻഷൻ അടിക്കുന്നത് അല്ലേ. അവരോടൊക്കെ ഞാൻ പറയുന്നത്, അങ്ങനെ അടിക്കുന്നവർ മനസ്സ് രൂപപ്പെടുത്തി എടുക്കണേ. വേറെ ആരിയിരിക്കുന്നത്, ഞങ്ങൾ വന്ന് മാറ്റം എടുക്കാൻ പറ്റുമോ? നിങ്ങൾ തനിയെ ചിന്തിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഇത്രയും നാൾ കൊണ്ട് പഠിക്കുന്നെങ്കിൽ ദൈവം തരും, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷെ പഠിക്കണം, സിലബസ് അനുസരിച്ച് പഠിക്കുകയും വേണം, ടോപ്പിക് അനുസരിച്ച് തീർക്കുകയും വേണം, നല്ല രീതി വർക്ക് ചെയ്യണം കേട്ടല്ലോ. ഫ്രീ കിട്ടുക ഒരു ദിവസത്തിൽ കുറച്ച് നേരം ഫ്രീയും ആയിരിക്കണം, ബോഡിക്ക് ഒന്ന് റിലാക്സ് കൊടുക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഒന്ന് ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചു തീർത്തത്, നാളെ ഏതാണ് പഠിച്ചു തുടങ്ങേണ്ടത്, നാളെ എനിക്ക് പാടുള്ള ഒരു വിഷയം കുറച്ച് നാൾ കൊണ്ട് നോക്കിയില്ല, അതൊന്ന് നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയേ എന്നും. അപ്പോൾ രാത്രിയിലൊക്കെ നിങ്ങൾ അതൊക്കെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കൂടുതലും ചിന്തിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. പഠിച്ചവർക്ക്, നല്ല രീതിയിൽ വർക്ക് ചെയ്തവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ വേറെയുണ്ട്. ഇപ്പം മുമ്പിൽ വരുന്ന പരീക്ഷകൾ പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ, ഇപ്പം ഇവർ പറഞ്ഞു സാറേ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പം ഞാൻ ഏത് ഭാഗം പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അന്നേരം ഞാൻ വിചാരിച്ച് എന്തായാലും കുറച്ച് നേരം 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എങ്കിൽ അവരെൻ്റെ മുമ്പിലേക്ക് വരുന്നെങ്കിൽ കുറച്ച് GK അവർ പ്രയോജനപ്പെടുത്തപ്പെടട്ടെ അല്ലേ. തീർച്ചയായിട്ടും അത് എന്നാൽ പറ്റുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോക്കറ്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് GSLV MK-11 എന്നാണ്. LM-3 അല്ലെ, GSLV MK-111 640 ടണ്ണാണ് ഭാരം കൂടിയ റോക്കറ്റ്. 2017 ജൂൺ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിശേഷിപ്പിച്ചത്. ഈ റോക്കറ്റിന് ഒരു വിശേഷണമുണ്ട്, ഫാറ്റ് ബോയി, ബാഹുബലി, ഒബീഡിയൻ ബോയി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഭാരം കൂടിയ റോക്കറ്റാണ് കേട്ടോ. ഫാറ്റ് ബോയി എന്നും ബാഹുബലി എന്നും ഒബീഡിയൻ ബോയി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റിനെ വിളിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഉപഗ്രഹത്തിന്റെ കാര്യത്തിലാണ്. അപ്പോൾ എന്നാലും റോക്കറ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ചോദിച്ച GSAT-11 ആണ്. ഭാരം 5854 കിലോഗ്രാം ആണ്. 2018 ഡിസംബർ 5 കൗറു, ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ് വിക്ഷേപിച്ചത് അല്ലെ. ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഡിസംബർ 15 തീയതിയാണ് വിക്ഷേപിക്കുന്നത് അല്ലെ. അപ്പൊ 2018 ഡിസംബർ 15 ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്ന് വിക്ഷേപിച്ചു. GSAT-11 ആണ്. വലിയ പക്ഷി എന്ന ഒരു അപരനാമമുണ്ട് ഇതിന് കേട്ടോ. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? GSAT-11 ആയിരുന്നു. അത് ഓർത്ത് നോക്കുക. അപ്പൊ 2018 ഡിസംബറിലാണ്. ഭാരം 5854 കിലോഗ്രാം ആണ് ഭാരം എന്ന് പറയുന്നത്. വലിയ പക്ഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? വലിയ പക്ഷി എന്നറിയപ്പെടുന്നത് GSAT-11 ആയിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്നും നിർമ്മിച്ചതെന്നല്ലേ, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ, ഇത് മറ്റേത് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂലല്ലേ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ചോദിച്ച GSAT-29 ആണ്. അതിന്റെ ഭാരം 3423 കിലോഗ്രാമേ ഉള്ളൂ. നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെ വിക്ഷേപിച്ചത്. 2018 നവംബർ 14 തീയതിയായിരുന്നു ഇത് വിക്ഷേപിക്കുന്നത്. 2018 നവംബർ 14 തീയതി ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചത് കേട്ടോ, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അല്ലേ. അപ്പം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹവും നമ്മുടെ കലാം സാറ്റ് V2 ആയിരുന്നു. ഭാരം 1.26 കിലോഗ്രാമേ ഉള്ളൂ. വികസിപ്പിച്ചെടുത്തത് സ്പേസ് കിഡ്സ് ഇന്ത്യ ചൈനക്കാരാണ്. അല്ല, സ്പേസ് കിഡ്സ് ഇന്ത്യ ചെന്നൈയിലെ അവരാണ്, ആ സ്ഥാപനക്കാരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. കലാം സാറ്റ് V2 ആണ് അല്ലെ. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചോദ്യങ്ങൾ എന്താ? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ് അല്ലെ. വിക്രം സാരാഭായിയുടെ ജന്മദിനമല്ലേ റിമോട്ട് സെൻസിംഗ് ദിനം, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. എന്നാൽ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12 അല്ലെ. ഓഗസ്റ്റ് 12 ആണ് റിമോട്ട് സെൻസിംഗ് ദിനം. 1962 മുതലാണ് ഗവേഷണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇൻകോസ്പാർ എന്ന് വിളിക്കും അല്ലെ. ഇൻകോസ്പാർ നെഹ്റുവും വിക്രം സാരാഭായിയുമാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത്. അപ്പൊ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നു ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? ഓഗസ്റ്റ് 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അല്ലെ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്ന് ചോദിച്ചാൽ ഡെറാഡൂണെ പറയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെ പറയേണ്ടത്? ഡെറാഡൂൺ അല്ലെ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നോ ഒക്കെ അറിയപ്പെടുന്നത് ഡെറാഡൂൺ അല്ലേ. നമ്മളെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഡെറാഡൂൺ. അപ്പൊ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഏതാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി അല്ലേ മുസി. ഹൈദരാബാദിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? മുസിയാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ് അല്ലേ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം അല്ലേ. ഈ സൈനിക സഹായ വ്യവസ്ഥ ആരാ കൊണ്ടുവന്ന? റിച്ചാർഡ് വെല്ലസ്ലി അല്ലേ. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണർ ജനറൽ ആയ റിച്ചാർഡ് വെല്ലസ്ലി 1798 കൊണ്ടുവന്നു. 1798. ഒരു വർഷം കൂട്ടി നോക്കിയാൽ ടിപ്പു സുൽത്താൻ മരണം അല്ലെ. ടിപ്പു സുൽത്താന്റെ മരണം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1799. ഏത് മൈസൂർ യുദ്ധം? 4ാം മൈസൂർ യുദ്ധത്തിലായിരുന്നു മരണം അല്ലെ. 3ാം മൈസൂർ യുദ്ധത്തിലല്ലേ അദ്ദേഹത്തിന്റെ ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷമാ? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താൻ. ടിപ്പു ഇന്ത്യയിൽ റോക്കറ്റ് കൊണ്ടുവന്നല്ലേ. ഇന്ത്യയിൽ റോക്കറ്റ് കൊണ്ടുവന്നത് ടിപ്പു ആണെങ്കിൽ പീരങ്കി കൊണ്ടുവന്നത് മുഗൾ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ ബാബർ ആണെന്ന് നമ്മളല്ലേ അല്ലേ. അപ്പൊ ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണ ഉടമ്പടി ഏത് വർഷം? 1792 തൊട്ടടുത്ത വർഷമാണ് 1793 ഏതായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ സബ്സിഡിയറി അലയൻസ്. ഇത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്സ് ആക്ട്. അതാരാ കൊണ്ടുവരുന്നത്? കോൺവാലീസ് പ്രഭുവാണ്. വർഷം പറയാമോ? 1793. 1793 സൈനിക ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ പോലീസിന്റെ പിതാവും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആരായിരുന്നു? കോൺവാലീസ് പ്രഭുവിനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഹൈദരാബാദിൽ നിന്നാ പോയല്ലേ. ഹൈദരാബാദിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? മുസി. അതുപോലെ തന്നെ ചാർമിനാറിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ചോദിച്ചാലും മുസിയാ പറയേണ്ടത്. ചാർമിനാറിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ചോദിച്ചാലും ഏതാ പറയേണ്ടത്? മുസി. ചാർമിനാർ ഓർമ്മയുണ്ട്? പ്ലേഗ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ത്യയിൽ പണികഴിപ്പിച്ച സ്മാരകമല്ലേ ചാർമിനാർ. വർഷം പറയാമോ? ചാർമിനാർ 1591. 1591 ചാർമിനാർ പണികഴിപ്പിക്കുന്നത്. നമുക്കൊരു ചോർമിനാർ എന്ന് പറയുന്ന ഒരു സ്മാരകമില്ലേ. ചാർമിനാർ ഹൈദരാബാദിലാണെങ്കിൽ ചോർമിനാർ എവിടെ? ഡൽഹിയിലാണ്. 1591 ചാർമിനാർ വരുന്നത്. അതിന്റെ കൂടെ 8 വർഷം കൂട്ടിയൊക്കെ 1599 കേരളത്തിൽ നടന്ന പ്രശസ്തമായ ഉദയംപേരൂർ സുനഹദോസ് അല്ലെ. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം എന്നാ? 1599. അപ്പോൾ നമ്മൾ പോയത് ഹൈദരാബാദിൽ നിന്നാണ്. എന്താ ഹൈദരാബാദ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദാണ് അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. ഫിലിം സിറ്റി, ഇൻഫോ സിറ്റി, ലക്കി സിറ്റി, ബാംഗിൾ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഫിലിം സിറ്റി എന്നും ഇൻഫോ സിറ്റി എന്നും ലക്കി സിറ്റി എന്നും ബാംഗിൾ സിറ്റി ഒക്കെ അറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങളിൽ ഒന്ന് ഹൈദരാബാദ്, മറ്റേത് സെക്കന്ദ്രാബാദ്. ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഹുസൈൻ സാഗർ തടാകം അല്ലെ. ഹുസൈൻ സാഗർ തടാകമാണ്. തെലങ്കാന അല്ലെ. തെലങ്കാനയിലല്ലേ ഇപ്പൊ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നു? ബഹിരാകാശത്തെ കുറിച്ച്. റിമോട്ട് സെൻസിംഗ് ദിനം പറഞ്ഞ ഓഗസ്റ്റ് 12 റിമോട്ട് സെൻസിംഗ് ദിനം എന്നു ചോദിച്ചാൽ ഓഗസ്റ്റ് 12. ISRO എന്ന വന്ന ISRO 1969 ഓഗസ്റ്റ് 15 ISRO വന്നത്. ബാംഗ്ലൂരിലെ അന്തരീഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1972 വരെ ഇത് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു കേട്ടോ. പിന്നാണ് ISRO ബഹിരാകാശ ഗവേഷണ വകുപ്പിലേക്ക് ആയത് 1972 വരെ. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി അല്ലേ. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി. ആദ്യ മലയാളി ചെയർമാൻ MGK മേനോൻ അല്ലെ. ആദ്യ മലയാളി ചെയർമാൻ MGK മേനോൻ. ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയത് സതീഷ് ധവനായിരുന്നു അല്ലെ. ഇപ്പോൾ ആരാ ISROയുടെ ചെയർമാൻ? ഡോക്ടർ കെ ശിവൻ അല്ലെ. ഡോക്ടർ കെ ശിവനാണ്. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ശിവൻ അല്ലെ. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നതും ഡോക്ടർ കെ ശിവനാണ്. റോക്കറ്റ് വുമൺ ആരാ? ഋതു കരിദർ അല്ലെ. റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരിദർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റോക്കറ്റ് വുമൺ ആരെന്ന് ചോദിച്ചാൽ ഋതു കരിദറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അല്ലെ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും. അതുപോലെ മിസൈൽ മാൻ നമുക്കറിയാം APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് പറയുന്നത്. മിസൈൽ വുമൺ ആരെന്ന് വെച്ചാൽ ടെസ്സി തോമസ്. മിസൈൽ വുമൺ ആരാണ്? ടെസ്സി തോമസ്. മിസൈൽ റോക്കറ്റ് വുമൺ ആരെന്ന് വെച്ചാൽ ഋതു കരിതർ അല്ലെ. റോക്കറ്റ് മാൻ ശിവൻ, മിസൈൽ മാൻ ആരെന്ന് വെച്ചാൽ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ആണെങ്കിൽ മിസൈൽ പദ്ധതിയുടെ പിതാവാണ് APJ അബ്ദുൽ കലാം. ആണവ ഗവേഷണത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ. അണുബോംബ് പദ്ധതിയുടെ പിതാവ് ആരാ? രാജാ രാമണ്ണ അല്ലെ. അണുബോംബ് പദ്ധതിയുടെ പിതാവ് രാജാ രാമണ്ണ. രാജാ രാമണ്ണയുടെ ആത്മകഥ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? രാജാ രാമണ്ണയുടെ ആത്മകഥ തീർത്ഥാടക വർഷങ്ങൾ അല്ലെ. ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് ആരുടെയായിരുന്നു? രാജാ രാമണ്ണ. അണുബോംബിലെ പ്രവർത്തന തത്വം പറഞ്ഞ അണുബോംബിലെ ന്യൂക്ലിയർ ഫിഷൻ അല്ലെ. ന്യൂക്ലിയർ ഫിഷൻ അണുബോംബിലാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ഏതൊക്കെയാണ്? സൂര്യനിലും ഹൈഡ്രജൻ ബോംബിലും ഏതെന്ന് ചോദിച്ചാൽ അല്ലെ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ഏതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിൽ നടക്കുന്ന പ്രവർത്തന തത്വം ഏതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. നമ്മൾ ISROയിൽ നിന്നാ പോയത്, തീർന്നില്ല അല്ലേ? ഓരോന്ന് പറയുമ്പോൾ ഓരോന്നങ്ങ് പോകുന്നതേ ഉള്ളൂ. ISRO ഏത് വർഷമാ? 69 ഓഗസ്റ്റ് 15. മലയാളി ആരായിരുന്നു? MGK മേനോൻ. ഇപ്പൊ ആരാ? ഡോക്ടർ K ശിവൻ. ISROയുടെ അനുബന്ധ ഏജൻസി അല്ലേ നമ്മുടെ തിരുവനന്തപുരത്തെ VSSC എന്നാ വന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ 1962ലാണ് VSSC വരുന്നത് അല്ലെ. 1900 റോക്കറ്റുകളാണ് ഇവിടെ പ്രധാനമായിട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് അമേരിക്കൻ നിർമ്മിതമായ നിക്കി അപ്പാച്ചെ 1963 നവംബർ 21 ആദ്യത്തെ റോക്കറ്റ് അവിടുന്ന് പോകുന്നത്. 1963 നവംബർ 21 ആദ്യത്തെ റോക്കറ്റ് പോകുന്നത് ഏതാ? അമേരിക്കൻ നിർമ്മിതമായ നൈക്ക് അപ്പാച്ചെ അഥവാ നിക്കി അപ്പാച്ചെ എന്ന് പറയുന്നതാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് തുമ്പ തന്നെയാണ് കേട്ടോ. തുമ്പ UNOയ്ക്ക് സമർപ്പിച്ചത് 1968 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധിയാണ്. 1968 ഫെബ്രുവരി 2 ഇന്ദിരാഗാന്ധിയാണ് തുമ്പ ആർക്ക് സമർപ്പിക്കുന്നത്? UNOയ്ക്ക് സമർപ്പിക്കുന്നത്. തദ്ദേശീയമായി തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ചോദിച്ചാൽ ഇന്ത്യ നിർമ്മിച്ച തദ്ദേശീയമായി അവിടെ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റ് ചോദിച്ചാൽ രോഹിണിയാണ് പറയേണ്ടത്. അവിടെ നിന്ന് വിക്ഷേപിച്ചത് ആദ്യത്തത് നിക്കി അപ്പാച്ചെ, തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേര് രോഹിണിയാണ് നിങ്ങൾ പറയേണ്ടത് അല്ലേ. അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് UNOയ്ക്ക് അത് സമർപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മൈ ട്രൂത്ത് എന്നാണ്. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് അല്ലേ. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ, ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം അല്ലേ ശക്തിസ്ഥൽ. ശാന്തിവനം ആരുടെയാ? നെഹ്റുവിന്റെ ശാന്തിവനമാണെങ്കിൽ ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ ആണെങ്കിൽ നാരായൺ ഘട്ട് അല്ലേ ഗുൽസാരിലാൽ നന്ദയുടെ. വിജയ് ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണെങ്കിൽ അഭയ് ഘട്ട് മൊറാർജി ദേശായിയുടെയാണ്. വിജയ് ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണെങ്കിൽ അഭയ് ഘട്ട് മൊറാർജി. ബുദ്ധ പൂർണിമ പാർക്ക് അല്ലേ നരസിംഹറാവുവിന്റെ. ബുദ്ധ പൂർണിമ നരസിംഹറാവുവിന്റെ പ്രധാന കൃതി പറയാമോ? ഇത് ഇൻസൈഡർ അല്ലെ. ദ ലോങ് വേ ഇൻസൈഡർ ആരുടെയൊക്കെ? നരസിംഹറാവുവിന്റെ പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധ പൂർണിമ പാർക്ക്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കൃതി പറയാമോ അദ്ദേഹത്തിന്റെ കൃതി? ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. സെപ്റ്റംബർ 5 അല്ലെ നമ്മുടെ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം എന്ന് വെച്ചാൽ ഒക്ടോബർ 5 പറയേണ്ടത്. ലോക അധ്യാപക ദിനം എന്ന് വെച്ചാൽ ഒക്ടോബർ 5. ഇന്ത്യൻ അധ്യാപക ദിനം സെപ്റ്റംബർ 5. സെപ്റ്റംബർ 8 ഏത് ദിനം? സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം അല്ലെ. സെപ്റ്റംബർ 8 ഏത് ദിനം എന്ന് വെച്ചാൽ സാക്ഷരതാ ദിനം. ജൂൺ 8 സമുദ്ര ദിനം. ജൂൺ 8 സമുദ്ര ദിനമാണെങ്കിൽ മെയ് 8 റെഡ് ക്രോസ് ദിനം. മെയ് 8 റെഡ് ക്രോസ് ദിനമാണെങ്കിൽ മാർച്ച് 8 വനിതാ ദിനം. അപ്പൊ മാർച്ച് 8 വനിതാ ദിനമാണെങ്കിൽ മെയ് 8 റെഡ് ക്രോസ് ദിനമാണെങ്കിൽ ജൂൺ 8 സമുദ്ര ദിനമാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനമാണ് നമ്മൾ പഠിക്കുന്നത്. സെപ്റ്റംബർ 8 അല്ലെ. ശ്രീഹരിക്കോട്ട എന്നാ വന്നത്? ശ്രീഹരിക്കോട്ട 1971 അല്ലെ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലല്ലേ ശ്രീഹരിക്കോട്ട? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് അല്ലെ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു ഇതിന്റെ ആദ്യകാല നാമം എന്നൊക്കെ. തുടക്കത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാക്കിയത് 2002 മുതലാണ് കേട്ടോ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ചോദിച്ചാൽ രോഹിണിയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നും ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ് അല്ലെ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? ശ്രീഹരിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട നിലവിൽ വന്ന വർഷം പറഞ്ഞ് 71. സ്പീഡിൽ പോകുന്നത് കുഴപ്പമുണ്ടോ? കുറേ കേട്ടാ മതി. ഇതൊക്കെ എല്ലാ ബുക്കിലും നിങ്ങൾ എടുത്ത് നോക്ക്. ശാസ്ത്ര സാങ്കേതികം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹിരാകാശം എന്ന് പറയുന്ന ബുക്കിൽ കിടപ്പുണ്ട്. ഇത് ഇനി എഴുതിയെടുക്കണോ? വേണ്ട, എഴുതിയെടുക്കണ്ട. ഫ്രീ ആയിട്ടിരുന്ന് എവിടെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചിട്ട് കേട്ടോണ്ടേയിരിക്കും. അതിലൊരു കേട്ട് അങ്ങ് പോയാൽ മതി. അല്ലാതെ ഇത് നോട്ട് എഴുതി അവസാന നിമിഷമൊന്നും എല്ലാ ബുക്കിലും ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറൊന്നും പറയട്ടെ. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ഈ സ്പേസ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ സെന്റർ 1972 അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ബഹിരാകാശ പര്യവേഷണത്തെ കുറിച്ചുള്ള പദ്ധതി രേഖ തയ്യാറാക്കുന്നതാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. ആ പേരിൽ തന്നെയുണ്ട്. എന്നാ വന്നത് 72 അഹമ്മദാബാദ്. പിന്നെ നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ആൻഡ്രിസ് കോർപ്പറേഷൻ പഠിച്ചു നോക്കണം. ആൻഡ്രിസ് കോർപ്പറേഷൻ 1992 ബാംഗ്ലൂരാണ് ആൻഡ്രിസ് കോർപ്പറേഷൻ. ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ആൻഡ്രിസ് കോർപ്പറേഷൻ, വാണിജ്യ വിഭാഗം അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ വിഒ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ബഹിരാകാശമുണ്ട്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. എവിടെ? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിനൊരു വിശേഷമുണ്ടല്ലോ, ക്രാഡിലോ സ്പേസ് സയൻസിന്റെ, ക്രാഡിൽ തൊട്ടിൽ അല്ലെ കളിത്തൊട്ടിൽ, ക്രാഡിലോ സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. 1947 ഇത് നിലവിൽ വരുന്നത്. ISROയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുടെ പ്രധാന പഠന ഗവേഷണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ISROയുടെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത് 2 ഉണ്ട്. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലെ ഹസനാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലും മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി വലിയമലയിൽ വന്നില്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാ വന്നത് 2007 തിരുവനന്തപുരത്തെ വലിയമല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരത്തെ വലിയമലയിൽ വന്നു. അപ്പൊ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദ്, തെലങ്കാന. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ച ആരാ? ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് CV രാമൻ. എവിടാ? CV രാമൻ ബാംഗ്ലൂരിൽ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് CV രാമൻ. ഇനി എടുത്തു ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെ? അതും ബാംഗ്ലൂരിൽ തന്നെ. അത് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. അപ്പൊ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് CV രാമൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ബാംഗ്ലൂരിൽ, അത് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ. 2 CV രാമന് നോബൽ പ്രൈസ് ലഭിച്ചത് 1930 അല്ലെ? ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഇന്ത്യയുടെ ശാസ്ത്ര നഗരം ഏതാ? ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നത് ശാസ്ത്ര നഗരം, സന്തോഷ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? കൊൽക്കത്ത അല്ലെ? ഇന്ത്യയുടെ ശാസ്ത്ര നഗരമെന്നും സന്തോഷ നഗരമെന്നും കൊട്ടാരങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്തയുടെ തീരത്തൂടി ഒഴുകുന്ന നദിയല്ലേ ഹൂഗ്ലി എന്ന് പറയുന്നത്? ഹൂഗ്ലി. നമുക്കൊരു ഹൂബ്ലി ഇല്ലേ? ഹൂബ്ലി എന്താ? ഹൂബ്ലി ആണ് പതാക നിർമ്മാണം അല്ലെ? ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ലിയാണ് അല്ലെ? ഇന്ത്യൻ പതാകയുടെ ശില്പിയായ ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ അല്ലെ? ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ പതാകയുടെ ശില്പി. പതാക ദിനം എന്ന പതാക ദിനം ഡിസംബർ 7 പതാക ദിനം അല്ലെ? ഡിസംബർ 6 എന്താണ്? ഡിസംബർ 6 BR അംബേദ്കറുടെ ചരമദിനമായ മഹാപരിനിർവാൺ ദിവസാണ് ഡിസംബർ 6 എന്ന് പറയുന്നത് അല്ലെ? ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. ഡിസംബർ 4 അല്ലേ നാവികസേനാ ദിനം? ഡിസംബർ 4 നാവികസേനാ ദിനം. ഡിസംബർ 2 അല്ലേ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം? കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2 ആണ്. ഡിസംബർ 10 അല്ലേ മനുഷ്യാവകാശ ദിനം? 1948 ഡിസംബർ 10 അല്ലേ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത്? ആ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് പറയുന്നത് 1948. അപ്പൊ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനവും പിന്നെന്താ? നോബൽ പ്രൈസ് ദിനവും. നോബൽ പ്രൈസ് ദിനവും ഡിസംബർ 10. ഡിസംബർ 11 എന്താ? ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 11 ഓറോളജി, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമല്ലേ? ഓറോളജി അല്ലേ? പോമോളജി എന്താ? പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനം. പോമോളജി പഴങ്ങളാണെങ്കിൽ പോട്ടമോളജിയോ നദികളെ കുറിച്ചുള്ള പഠനം. പോട്ടമോളജി നദികൾ. എൻഡമോളജി അല്ലേ ഷഡ്പദങ്ങൾ? അരാക്കിനോളജി എന്താ? അരാക്കിനോളജി ചിലന്തി. ലിംനോളജി ആകുമ്പോൾ തടാകങ്ങളെ കുറിച്ചുള്ള പഠനം. ശുദ്ധജലം, തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി എന്ന് വിളിക്കുന്നത് അല്ലെ? ലിംനോളജി. അപ്പൊ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന് പറയുന്നത് ആരായിരുന്നു? മിസൈൽ വുമൺ എന്ന് പറയുന്നത് ടെസ്സി തോമസിനെയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഋതു കരിതറാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. നമുക്കൊരു കൽപ്പന ചൗളയില്ലേ വനിതയായിട്ട്? കൽപ്പന ചൗളയുണ്ട്, സുരക്ഷാ ബാൻഡിലുണ്ട്, നമ്മുടെ സുനീത വില്യംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണേ. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചിലപ്പം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. പരീക്ഷയ്ക്ക് ഒന്ന് പഠിച്ചിട്ട് പോവുക ആ ഒരു കാര്യങ്ങൾ. നമ്മുടെ പിന്നെ ഓരോ ഉപഗ്രഹങ്ങളെ കുറിച്ച്, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ നിന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മെറ്റ്സാറ്റ്, എജുസാറ്റ് വിക്ഷേപിച്ച വർഷമൊക്കെ ഒന്ന് പഠിച്ചിട്ടേ കയറാവ്. എന്നാൽ 2004 സെപ്റ്റംബർ 20 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന എജുസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20 അല്ലെ? കാർട്ടോസാറ്റ് ഭൂപട നിർമ്മാണം. കാർട്ടോസാറ്റ് 1ഉം 2ഉം ഒക്കെ ഉണ്ട് അല്ലെ? മെറ്റ്സാറ്റ് എന്താ? ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം മെറ്റ്സാറ്റ് വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. നമ്മുടെ ഈ കൽപ്പന 1 എന്ന പേരൊക്കെ കൊടുത്തായിരുന്നു അല്ലെ? മെറ്റ്സാറ്റ്. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി വന്ന ഇന്ത്യയിൽ നിർമ്മിച്ച ഉപഗ്രഹം ഏതാ? പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് GSAT 7 അല്ലെ?
GSAT-7 ആണ് അല്ലെ. ജുഗുനു ഇല്ലേ, ജുഗുനു. എന്താ ജുഗുനു? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ ജുഗുനു. വേറൊരു ഉപഗ്രഹത്തിന്റെ പേര് പറയട്ടെ, അനുസാറ്റ്. അനുസാറ്റ് കേട്ടിട്ടില്ല അല്ലേ? ഇന്ത്യയിലെ ഒരു സർവകലാശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. ഇന്ത്യയിലെ ഒരു സർവകലാശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത് സർവകലാശാലയാ? അണ്ണാ യൂണിവേഴ്സിറ്റി. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിർമ്മിച്ച ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? നമ്മുടെ അനുസാറ്റ് ആണ് നമ്മൾ പറയേണ്ടത്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ചതായിരുന്നു അനുസാറ്റ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഉപഗ്രഹത്തിന്റെ പേര് പറയട്ടെ, ആസ്ട്രോസാറ്റ്. എന്താ ആസ്ട്രോസാറ്റ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താ? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം. ഒരു വിശേഷണം ഉണ്ട്. എന്താ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിശേഷണം? പ്രപഞ്ചത്തിന്റെ നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ നേർക്ക് തുറന്നു വയ്ക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്ന് വിശേഷിപ്പിച്ച ഉപഗ്രഹം ഏതായിരുന്നു? ആസ്ട്രോസാറ്റ് ആണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം അല്ലെ. നമ്മുടെ ചന്ദ്രയാൻ, മംഗളയാൻ, ഗഗൻയാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് കയറാവേ. ചന്ദ്രയാനും മംഗളയാനും ഗഗൻയാനും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ഒന്ന് സലൂട്ട് നമ്മളെ കൽപ്പന ചൗളയെ കുറിച്ച് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആ ഒരു വ്യക്തികൾ ആ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ടേ പോവാം കേട്ടോ. അപ്പൊ എൻ്റെ ഞാൻ പ്രധാനപ്പെട്ട ഒരു 4 പറഞ്ഞു തന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ പറ്റുന്നതൊക്കെ. അപ്പൊ ബാഹുബലി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതായിരുന്നു? GSAT MK111 640 ടൺ ആണ്. ഫാറ്റ് ബോയ്, ബാഹുബലി, ഒബീഡിയൻ ബോയ് എന്നൊക്കെ വിശേഷണമുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചത് ഭാരം കൂടിയത് GSAT-29 ആണ്. ഓക്കെ, അത് എത്രയും ഓർത്ത് വെക്കുക. GSAT-29. മറ്റേത് 2018 ഡിസംബർ 5 GSAT-11 ആണ് പോകുന്നത്. ഓക്കെ, ഭാരം 5854 കിലോഗ്രാം, ഏറ്റവും ഭാരം കൂടിയത്. അത് എത്രയും ഓർത്ത് നോക്കണേ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. 2011 നടക്കുന്ന സെൻസസ് ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ്? നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ ഒരു മോഡൽ കണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 16ാമത്തെ സെൻസസ് ആണ് നടന്നത്. ഇപ്പം നടക്കുന്ന ഏതായിരുന്നു? 16ാമത്തെ സെൻസസ് ആണ്. അതായത് എന്നാ 1872 അല്ലെ. 1872 ആരാ? മേയോ പ്രഭു ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത് അല്ലെ. മേയോ പ്രഭു വധിക്കപ്പെട്ട ഏക ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു വെച്ചാലും മേയോ പ്രഭു അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് മേയോ പ്രഭു ആണ്. വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഒക്കെ കൊണ്ടുവന്നത് മേയോ പ്രഭു ആണ്. മേയോ പ്രഭു ആണ് ആദ്യത്തെ സെൻസസ് എടുത്തത്. സെൻസസ് എടുത്ത വർഷം 1872. അങ്ങനെ കണക്കൂട്ടിയാലും 16ാമത്തെ സെൻസസ്. ഇന്ത്യയിലെ ആദ്യ സെൻസസ് ഔദ്യോഗിക സെൻസസ് എന്ന് വെച്ചാൽ റിപ്പൺ പ്രഭു 1881. ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭു അല്ലേ. എന്തൊക്കെയാ പ്രത്യേകത അദ്ദേഹത്തിന്? ഇന്ത്യയിൽ ആദ്യമായി വന്ന വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ 1882 ആദ്യം ഹണ്ടർ കമ്മീഷൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ കമ്മീഷൻ. പിന്നെന്താണ്? നമ്മുടെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കി. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പിന്നെന്താണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത്. ഇതൊക്കെ ഫാക്ടറി ആക്ട് നടപ്പിലാക്കി. ഇതൊക്കെ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആരായിരുന്നു? റിപ്പൺ പ്രഭു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത്. ഇൽബർട്ട് ബിൽ വിവാദത്തോടെ രാജിവെച്ച ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ആരാണ്? റിപ്പൺ പ്രഭു ആണ് അല്ലെ. ജനകീയ വൈസ്രോയി. ക്രിസ്ത്യൻ വൈസ്രോയി ആരാ? ഇർവിൻ പ്രഭു. ക്രിസ്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു. ജൂത വൈസ്രോയി എന്ന ഏതാണ്? ജൂത വൈസ്രോയി റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവ സമയത്ത് റീഡിംഗ് പ്രഭു അല്ലേ. ഇന്ത്യയുടെ ബജറ്റിനെ 2ആക്കി മാറ്റുമ്പോഴും റീഡിംഗ് പ്രഭു. റെയിൽവേ ബജറ്റ് എന്നും ഇന്ത്യൻ ബജറ്റ് എന്നും 2ആക്കി മാറ്റിയത് ആരായിരുന്നു? റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ജെയിംസ് വിൽസൺ. അതായത് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെഡ്ഡി. RK ഷൺമുഖം ഷെഡ്ഡിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. RK ഷൺമുഖം ഷെഡ്ഡി നമ്മുടെ IMFന്റെ സമ്മേളന സമയത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ RK ഷൺമുഖം ഷെഡ്ഡി പോയിട്ടുണ്ട്. കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് RK ഷൺമുഖം ഷെഡ്ഡി അല്ലേ. കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത്. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് കട്സൺ പ്രഭു ആണ്. കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് RK ഷൺമുഖം ഷെഡ്ഡി. നമ്മുടെ വൈദ്യുത സമരം RK ഷൺമുഖം ഷെഡ്ഡി അല്ലേ. തൃശ്ശൂർ 1936 വൈദ്യുത സമരം നടന്നത് RK ഷൺമുഖം ഷെഡ്ഡി ആയിരുന്നു അല്ലേ. നമ്മൾ അത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രിയും ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതും RK ഷൺമുഖം ഷെഡ്ഡിയാണ്. പക്ഷേ 1950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ഈ ഷൺമുഖം ഷെഡ്ഡി രാജിവെച്ച് നമ്മുടെ മലയാളിയായ ജോൺ മത്തായി കയറുന്നു. അതുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചതായിരുന്നു വെച്ചാൽ നമ്മുടെ മലയാളിയായ ജോൺ മത്തായിയാണ് നമ്മൾ പറയേണ്ടത്. ലോകസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ബജറ്റ് CD ദേശ്മുഖ് ആണ്. ലോകസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചതാരാ? CD ദേശ്മുഖ്. എന്നാൽ ലോകസഭയും രാജ്യസഭയും രൂപീകരിക്കുന്നത് 1952. 1952. അപ്പൊ ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭു.
പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ റീഡിംഗ് പ്രഭുവാണ്. റീഡിംഗ് പ്രഭുവിന്റെ കാലത്താണ് ബജറ്റിനെ രണ്ടാക്കി മാറ്റുന്നത്. ഓക്കെ, ക്രിസ്ത്യൻ വൈസ്രോയി ഒരു വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭുവിന്റെ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27-ലാണെങ്കിലും ഇന്ത്യയിൽ എത്തിയതാണ് സൈമൺ കമ്മീഷൻ 28-ലാണ് ഇന്ത്യയിൽ എത്തിയത്. സൈമൺ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന 27-ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് 1951. ഇപ്പൊ 2011 സെൻസസ് 1951-ലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് തുടങ്ങുന്നത്. അങ്ങനെ ചോദിക്കണം. അപ്പൊ ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആണ്. ആദ്യമായിട്ട് ഇപ്പൊ നടക്കുന്നത് മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ നടത്തുന്ന സെൻസസ് ആണ് അല്ലെ, മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ നടക്കുന്നത്. അതായത് ജെൻഡർ കാറ്റഗറി എന്ന് പറയുന്നത്. ജെൻഡർ കാറ്റഗറിയിൽ അതേഴ്സിന് പകരം ട്രാൻസ്ജെൻഡർ എന്ന് ഉൾപ്പെടുത്തിയതും ഇപ്പൊ നടക്കുന്ന സെൻസസിൽ പറയുന്നുണ്ട് കേട്ടോ. സെൻസസിൽ പറയുന്നുണ്ട്. അപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന പദം കൊണ്ടുവന്നതും ആരായിരുന്നു? ഇപ്പം നടക്കുന്ന സെൻസസിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ 16ാമത്തെയും സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെയുമാണ് ഇപ്പൊ നടക്കുന്ന സെൻസസ് എന്ന് പറയുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരെന്നാണ്? RN പ്രസാദ്. ദേശീയ പിന്നോക്ക, അപ്പൊ ആ കമ്മീഷനുകളെല്ലാം ഒന്ന് നോക്കിയിട്ടേ പോവാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ RN പ്രസാദ് ആണ്. ദേശീയ പട്ടികജാതി, അപ്പൊ ആ ഒരു മോഡലിലേക്ക് അങ്ങ് പോകാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആകുമ്പോൾ 2004-ലാണ് നിലവിൽ വരുന്നത്. എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങൾ. 338-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. 3 വർഷമാണ് കാലാവധി. ആദ്യം സൂരജ് ഭാന്, ഇപ്പോൾ വിജയ് സാംബല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാ? വിജയ് സാംബലയാണ്. ആദ്യമാരാണ് സൂരജ് ഭാനാണ്. 2004-ൽ 5 അംഗങ്ങളാണ്. 338-ആണ് ആർട്ടിക്കിൾ. പട്ടിക വർഗം ചോദിച്ചാൽ 2004-ൽ തന്നെയാണ്. 5 അംഗങ്ങളാണ്. 338A ആണ്. 3 വർഷം. ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗും ആദ്യത്തെ കമ്മീഷൻ ഇപ്പോൾ ഹർഷ് ചൗഹാനുമാണ്. ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാനുമാണ് നമ്മൾ പറയേണ്ടത്. അടുത്തത് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആകുമ്പോൾ 1993 5 അംഗങ്ങൾ. 338B ആണ്. 3 വർഷ കാലാവധി ഉള്ളൂ. ആദ്യം RN പ്രസാദ് ആണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. ഇപ്പോൾ ഭഗവാൻ ലാൽ സാഹിനിയാണ്. ഇപ്പോൾ ആരാണ്? ഭഗവാൻ ലാൽ സാഹിനിയാണ്. അപ്പൊ കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണം ഒക്കെ മറന്നു പോരുത്. ഒന്ന് മറന്നു പോരുത്. ഓക്കെ, ആ മനുഷ്യാവകാശ കമ്മീഷന്റെ എന്ന് പറഞ്ഞു. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ നിയമം മനസ്സിലേക്കിട്ടെ. എന്നാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1993 സെപ്റ്റംബർ 28. പക്ഷെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാ 1993 ഒക്ടോബർ 12. ഡേറ്റ് തെറ്റരുത്. ഡേറ്റ് ആണ് പരീക്ഷയ്ക്ക് കൂടുതൽ വരുന്നത്. മനുഷ്യാവകാശ നിയമം ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ 93 ഒക്ടോബർ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ 1998 ഡിസംബർ 11. 98 ഡിസംബർ 11 പറയേണ്ടത് അല്ലേ. അവിടെ രംഗനാഥ പ്രിസ്രയാണ്. ഇവിടെ ആരാണ്? പരീത് പിള്ളയാണ് നമ്മൾ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെ ഈ അടുത്ത കാലത്ത് മനുഷ്യാവകാശ നിയമ സംരക്ഷണ ഭേദഗതി വന്നു അല്ലെ. മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി 2019 വന്നു. ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 19. രാജ്യസഭയാകുമ്പോൾ 2019 ജൂലൈ 22. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27. ഏതാ? മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി 2019 ചോദിച്ചാൽ. അതുപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ നിയമം വരുന്നത് 90-ലാണ് കേട്ടോ. അതാണ്ട് അത് ഇച്ചിരി മുമ്പേ വരുന്നുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം വരുന്നത് 1990-ലാണ്. ദേശീയ വനിതാ കമ്മീഷൻ എന്തെന്ന് ചോദിച്ചാൽ 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം വരുന്നത് എന്നു ചോദിക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1995 സെപ്റ്റംബർ 15. സംസ്ഥാന വനിതാ കമ്മീഷൻ വരുന്നത് 1996 മാർച്ച് 14-നുമാണ് സംസ്ഥാന വനിതാ കമ്മീഷനായിട്ട് നിലവിൽ വരുന്നത്. അത് 96-ലാണ്. സംസ്ഥാനത്ത് സുഗതകുമാരിയാണ്. അവിടെ ആരാണ്? ജയന്തി പട്നായിക്കാണ്. ജയന്തി വിവരാവകാശ നിയമം കൂടെ പറഞ്ഞേ. വിവരാവകാശ നിയമം നിലവിൽ വന്നതല്ല, കൊണ്ടുവരുന്നത് ആദ്യ വിവരാവകാശ നിയമം വന്നത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് എന്ന് ചോദിക്കാം. അതേതാ? 2005 ഒക്ടോബർ 12. ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ 2005 ഡിസംബർ 19-നാണ് പറയേണ്ടത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഈ അടുത്ത കാലത്ത് വിവരാവകാശ ഭേദഗതി വന്നില്ലേ, അതും കൂടെ പഠിച്ചേരെ. വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോകസഭ പാസാക്കിയത് എന്നു ചോദിച്ചാൽ 2019 ജൂലൈ 22. ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭയാകുമ്പോൾ 2019 ജൂലൈ 25. രാഷ്ട്രപതി ആകുമ്പോൾ 2019 ഓഗസ്റ്റ് 1-നാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. അത് ആ ഭാഗങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് വരണേ. ആ കമ്മീഷനുള്ള കാലാവധി ഒന്ന് പറയാമോ?
ജസ്റ്റ് കമ്മീഷൻ കാലാവധി മനസ്സിലേക്ക് ഒന്ന് ഓടി വരാമോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ എത്ര? 6 പേര്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 6 പേര്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പഠിക്കുകയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങൾ 6 പേര്, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്രയാണ്? 7 പേര്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആകുമ്പോൾ അംഗസംഖ്യ 3 പേരേ ഉള്ളൂ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. അവിടെ അംഗസംഖ്യ 6 പേരുണ്ട്, ഇവിടെ അംഗസംഖ്യ എത്ര പേരാ? 3 പേരാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എത്ര? 11 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് പരമാവധി എത്ര പേർക്ക് വരപ്പോ? 11. കാലാവധി 3 വർഷമാണ്. സംസ്ഥാനത്തും ഇതുപോലെ തന്നെ പരമാവധി 11 പേര്, കാലാവധി എത്രമാണ്? വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത്. വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് വനിതാ കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണം 6 ആണ്, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗസംഖ്യ 5 ആണ്, കാലാവധി 5 വർഷമാക്കി മാറ്റി അല്ലെ. കാലാവധി എത്ര വർഷമാക്കി? 5 വർഷമാക്കി മാറ്റി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗസംഖ്യ 3 പേരേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗസംഖ്യ 3 പേര്, കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആകുമ്പോൾ കാലാവധി 5 വർഷം, 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65. UPSC യുടെ അംഗസംഖ്യ എത്ര? UPSC രൂപീകരിക്കുന്ന 1926 ലോർഡ് ലീ കമ്മീഷൻ പ്രകാരമല്ലേ? ലോർഡ് ലീ കമ്മീഷൻ പ്രകാരം അല്ലെ. UPSC നിലവിൽ വന്നത് 26 അംഗങ്ങൾ 11, കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന PSC എന്ന വരുന്ന സംസ്ഥാന PSC നിലവിൽ 15 അംഗങ്ങളാണ് അല്ലെ. പരമാവധി 18 വരെ പോവാം അല്ലെ. സംസ്ഥാന PSCയിൽ നിലവിൽ 15 അംഗങ്ങൾ, പരമാവധി എത്ര വരെ പോവാം? 18 വരെ. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു നോക്കെ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അംഗസംഖ്യ 5ഉം കാലാവധി 5 വർഷമേ ഉള്ളൂ. അംഗസംഖ്യ 5ഉം കാലാവധി 5 വർഷമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അംഗസംഖ്യ 3 ഉള്ളൂ, കാലാവധി പക്ഷേ 5 വർഷമുണ്ട്. കാലാവധി എത്ര വർഷമുണ്ട്? 3 വർഷമുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇപ്പൊ പറഞ്ഞു വന്നു, അംഗസംഖ്യ 5 ആണ്, കാലാവധി 3 വർഷമാണ്. പട്ടികവർഗ കമ്മീഷനും അതുപോലെ അംഗസംഖ്യ 5 ആണ്, കാലാവധി 3 വർഷമാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ എങ്ങനെയാ? അംഗസംഖ്യ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, കാലാവധി 3 വർഷമാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അംഗസംഖ്യയും 3 തന്നെയാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? 3 പേര്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗസംഖ്യ 7 ഉണ്ട് കേട്ടോ, അതും തെറ്റരുത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗസംഖ്യ എത്രയാണ്? 7 പേരാണ്, കാലാവധി 3 വർഷമാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷനിൽ അംഗസംഖ്യ 3 ആണ്, കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ വിജ്ഞാന കമ്മീഷന്റെ അംഗസംഖ്യ 8 ആണ്. ദേശീയ വിജ്ഞാന കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? 8 ആണ്. ഓക്കെ. CAG യുടെ കാലാവധി എത്ര? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65. സോളിസിറ്റർ ജനറലിന്റെ കാലാവധി 3 വർഷമേ ഉള്ളൂ. സോളിസിറ്റർ ജനറൽ. ലോക്പാലിൽ എത്ര പേരുണ്ട്? ലോക്പാലിൽ അംഗസംഖ്യ 9 പേര്. ലോക്പാലിൽ എത്ര പേരാ? 9 പേര്. ലോകായുക്തയിൽ എത്ര പേരാ? 3 പേര്. അപ്പൊ ലോക്പാലിൽ 9 പേര്, ലോകായുക്തയിലെ അംഗസംഖ്യ എത്ര? 3 പേര്. കാലാവധി 5 വർഷമാണ് ലോകായുക്തയുടെ കാലാവധി. ഈ കേരള തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനിലെ അവരുടെ കാലാവധി അംഗസംഖ്യ എത്ര എന്ന് പറയുമ്പോൾ എത്ര അംഗസംഖ്യ? ഓംബുഡ്സ്മാന്റെ അംഗസംഖ്യ 7 പേരുണ്ടായിരിക്കണം. തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ. ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി 3 വർഷമാണ്. ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര നമ്മൾ പറയേണ്ടത്? 3 വർഷമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി നമ്മൾ പറയുന്നത്. അത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഒരു ഭാഗം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് പരീക്ഷ ഹാളിലേക്ക് പോകാവൂ. ആ ഭാഗങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കണം. ബാങ്ക് ലയനം നടന്നിരുന്ന ബാങ്ക് ലയനം 2020 ഏപ്രിൽ 1 പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്ര ആയി? ഇപ്പം 12. സാമ്പത്തിക സംവരണം പറയാമോ? സാമ്പത്തിക സംവരണം 2019 ജനുവരി 14 നിലവിൽ വന്നു അല്ലെ. 2019 ജനുവരി 14 നിലവിൽ വന്നു. ഭേദഗതി 103 ആണ്. ഭേദഗതി ബിൽ എത്രയാണ്? 124 ആണ്. ആദ്യം നടപ്പിലാക്കിയത് എവിടെ? ഗുജറാത്തിലാണ്. സാമ്പത്തിക സംവരണം ആദ്യം നടപ്പിലാക്കിയത് ഗുജറാത്തിലാണ്. സാമ്പത്തിക പൗരത്വ ഭേദഗതി നിയമം പറഞ്ഞ് 2019 നിലവിൽ വന്നു. 2020 ജനുവരി 10 നിലവിൽ വന്നത്. അപ്പൊ പൗരത്വ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. ലോകസഭയാകുമ്പോൾ 2019 ഡിസംബർ 9 രാജ്യസഭയാകുമ്പോൾ 2019 ഡിസംബർ 11 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. എന്റെ കൂടെ പറഞ്ഞു വരിക ഇതൊക്കെ, കാരണം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങൾ പെർഫെക്റ്റ് ആക്കി എന്നാണ്. അല്ലാതെ ഇത് ഇനി
കാണാപ്പാടം അല്ലല്ലോ. പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് പൗരത്വ ഭേദഗതി നിയമം അതൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭാഗത്തിലേക്ക് ഒരുവിധം ആയി എന്നാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പൊ എത്രാമത്തെ? സുപ്രീം കോടതി 48ാമത്തെ ചീഫ് ജസ്റ്റിസ്. ആരാ ഇപ്പോഴത്തത്? NV രമണ അല്ലെ? NV രമണയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. NV രമണ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ? നീതി ആയോഗിന്റെ ഡോക്ടർ രാജീവ് കുമാർ. ഡോക്ടർ രാജീവ് കുമാർ ആണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ CEO ആണ് അമിതാഭ് കാന്ത് എന്ന് വിളിക്കുന്നത്, CEO അല്ലെ? ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ഇലക്ഷൻ കമ്മീഷണർ സുശീൽ ചന്ദ്ര. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ സുശീൽ ചന്ദ്രനായിരുന്നു അല്ലെ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ CAG ആരെന്ന് ചോദിച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് അല്ലെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാ? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അരുൺ കുമാർ മിശ്ര. ഇപ്പോഴത്തത് അരുൺ കുമാർ മിശ്രയാണ് മനുഷ്യാവകാശ. പിന്നോക്ക വിഭാഗത്തിന്റെയാണ് നമ്മളിപ്പോ പഠിച്ചു. ആരായിരുന്നു? ഭഗവാൻ ലാൽ സാഹ്നിയാണ് പിന്നോക്ക വിഭാഗം. ഇനി ചിലപ്പോൾ ചോദിക്കാം ശിശുക്ഷേമ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോഴത്തെ ശിശുക്ഷേമ കമ്മീഷൻ ചെയർമാൻ പ്രിയാങ്ക് കനുങ്കോ എന്ന് പറയുന്നതാണ്. പ്രിയാങ്ക് കനുങ്കോ എന്ന് പറയുന്നതാണ്. പട്ടികജാതിയുടെ ഒന്നും കൂടെ പറഞ്ഞ ഇപ്പോഴത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാ? വിജയ് സാംബിലെ. പട്ടികവർഗ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഹർഷ് ചൗഹാനാണ്. പട്ടികവർഗ കമ്മീഷൻ ആരാണ്? ഹർഷ് ചൗഹാനാണ്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? UPSCയുടെ പ്രദീപ് കുമാർ ജോഷി അല്ലെ? പ്രദീപ് കുമാർ ജോഷിയാണ് UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അല്ലെ? ISROയുടെ ചെയർമാൻ ആരാ? കെ ശിവൻ. ഡോക്ടർ കെ ശിവനാണ് ISR. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനെ ഓർമ്മയുണ്ടോ? അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ KN വ്യാസ് ആണ് അറ്റോമിക് എനർജി കമ്മീഷൻ. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. UGCയുടെ ചെയർമാൻ ആരാ? ഇപ്പോഴത്തെ UGCയുടെ ധീരേന്ദ്രപാൽ സിംഗ് ആണ് UGCയുടെ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാ? റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അല്ലെ? ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറലോ? തുഷാർ മേത്ത. ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരെന്ന് വെച്ചാൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അറ്റോർണി ജനറൽ ആണ് നമ്മുടെ KK വേണുഗോപാൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു? KK വേണുഗോപാൽ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? 15ാം ധനകാര്യ കമ്മീഷനിൽ ഇപ്പൊ നടക്കുന്നത് ആരാ? NK സിൻഹ് അല്ലെ? NK സിംഗ് ആണ് ധനകാര്യം. കഴിഞ്ഞ പ്രാവശ്യമാണ് YV റെഡ്ഡി വരുന്നത് അല്ലെ? സെബിയുടെ ചെയർമാനെ പറയാമോ? സെബിയുടെ ചെയർമാൻ അജയ് ത്യാഗി ആയിരുന്നു സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അതൊക്കെ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയെങ്കിൽ റിവിഷൻ നടത്തുക. നിങ്ങൾക്ക് പഠിച്ചവർക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആ ഭാഗങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഒരു കേസ് പൂർത്തിയാക്കേണ്ട കാലയളവ് എത്ര ദിവസമെന്ന്. നല്ലൊരു ചോദ്യമല്ലേ? പൊതുവെ കറണ്ട് അഫേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ, കറണ്ട് അഫേഴ്സ് അല്ല, പൊതുവെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. കാലയളവ് 60 ദിവസമാണ്. 60 ദിവസം. നമ്മൾ ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ എഴുതിയിട്ടുണ്ട്. നോക്കെ, ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല. കുറച്ച് എനിക്ക് അറിയുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ 2005 സെപ്റ്റംബർ 13 പാസ്സാക്കുന്നത്. പക്ഷെ നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ 26. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണെന്ന് ചോദിക്കാം. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിൽ നിന്നും ഒരു സ്ത്രീക്ക് നേരെ അവരുടെ സുരക്ഷയ്ക്ക് ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ നിയമത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സെക്ഷൻ 8(1) അനുസരിച്ച് നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ കാലാവധി 3 വർഷമേ ഉള്ളൂ. ഈ നിയമത്തിലെ പ്രധാന ഗുണഭോക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ സ്ത്രീകളും കുട്ടികളും. അപ്പൊ ഇവരുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷത്തേക്കാണ് സംസ്ഥാന സർക്കാർ ഇവരെ നിയമിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് പ്രധാന ഗുണഭോക്താക്കൾ. ഈ നിയമം അനുസരിച്ച് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസവും നിയമപ്രകാരമുള്ള കേസ് പൂർത്തിയാക്കേണ്ട കാലയളവ് 60 ദിവസമാണ്. കണ്ടോ, പൂർത്തിയാക്കേണ്ട കാലയളവ് എത്രയാണ്? 60 ദിവസമാണ്. പാർലമെന്റ് ഇൻഡിസെന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് വുമൺ ആക്ട് പാസ്സാക്കിയത് 1986 സമയത്ത് പോയി. ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 84 വന്നു. കുടുംബ കോടതികളായി കേരളത്തിൽ കുടുംബ കോടതികൾ വരുന്നത് 92 പ്രധാന വർഷങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്റ്റാറ്റ്യൂ കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിച്ചത് 71 സ്ത്രീ ശാക്തീകരണ വർഷം എന്ന് വിളിക്കുന്നത് 2001 സർക്കാർ പ്രഖ്യാപിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ദേശീയ നിയമം നടപ്പിലാക്കിയ വർഷം 2001 ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി
ശക്തി ദൗത്യം ആരംഭിച്ചത് 2010 കൂടിയാണ്. ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് 2013 ഏപ്രിൽ 23 ഇതൊക്കെ നല്ലോണം നോക്കിയിട്ട് പോണേ. ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് 2013 ഏപ്രിൽ 23 പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും ഒന്നാം പ്രതിയാക്കി കുറ്റവിചാരണ ചെയ്യാം എന്നുള്ള സുപ്രീം കോടതി വിധി പ്രഖ്യാപനത്തോടെ സുപ്രീം കോടതി ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2(9) നിന്നും, കണ്ടോ, ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2(9) നിന്നും പ്രായപൂർത്തിയായ പുരുഷൻ അഡൽട്ട് മെയിൽ എന്ന വാക്ക് നീക്കം ചെയ്യുകയുണ്ടായി ഈ അടുത്ത കാലത്ത്. അതുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2(9) ഇങ്ങനെ അഡൽട്ട് മെയിൽ എന്ന വാക്ക്. അതെന്തുകൊണ്ടാ? സ്ത്രീകളെയും ഒന്നാം പ്രതിയായി കുറ്റവിചാരണ ചെയ്യാമെന്നുള്ള സുപ്രധാന വിധി വന്നതുകൊണ്ടാണ്. പ്രധാന കേസുകൾ നോക്കെ. കസ്റ്റഡി പീഡനത്തിന് ആസ്പദമായി നിയമനിർമ്മാണം നടത്താൻ പ്രേരകമായ കേസ് മധുര കേസ്. വിവാഹബന്ധം ഏർപ്പെടുത്താൻ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഷാബാനു കേസ്. വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഷാബാനു കേസ്. ജോലി സ്ഥലത്ത് ലൈംഗിക അതിക്രമം തടയുന്നതിന് നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് വിശാഖ കേസ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ സിറിയൻ ക്രിസ്ത്യാനികൾ വനിതകൾക്ക് തുല്യ പിന്തുടർച്ചാ അവകാശം നടപ്പിലാക്കാൻ ആസ്പദമായ കേസ് മേരി റോയി കേസ്. മേരി ഗെയ് അല്ല, മേരി റോയി കേസ്. മുത്തലാഖ് പിൻവലിക്കാൻ ഇടയാക്കിയ കേസ് ഷൈറ ബാനു കേസ്. ഓക്കെ, അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1954 മാർച്ച് 12 കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത്. അപ്പൊ സാഹിത്യ അക്കാദമിയെ കുറിച്ചൊന്ന് നോക്കാം. 1954 റിവിഷൻ ഒന്ന് നടത്തിത്തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തയിലോട്ട് പോവാം. 1954 മാർച്ച് 12 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അക്കാദമി നിലവിൽ വന്നത്. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. 24 ഭാഷകൾക്കാണ് അല്ലെ, 22 ഭാഷകളാണ്. പിന്നെ ഇംഗ്ലീഷും രാജസ്ഥാനിയും കൂടെ ചേർത്ത് 24 ഭാഷകൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത്. രവീന്ദ്ര ഭവൻ, ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനാണ് ആസ്ഥാനം. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചിത്തിര തിരുനാളാണ്. ഉദ്ഘാടനം ചിത്തിര തിരുനാൾ, ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യം രൂപീകരിക്കുന്നത് തിരുവനന്തപുരത്താണ് 1956. 57 മുതൽ തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം ഇതൊക്കെയായിരുന്നു ഇവരുടെ മാസികകളുടെ പേര്. സംഗീത നാടക അക്കാദമി കേന്ദ്രത്തിൽ വരുന്നത് 52 ആണെങ്കിൽ കേരളത്തിൽ വരുന്നത് 58. അപ്പൊ സാഹിത്യ അക്കാദമി കേന്ദ്രം 54 ആണെങ്കിൽ കേരളം 56. കേന്ദ്ര സംഗീത നാടക അക്കാദമി കേന്ദ്രം 52 ആണെങ്കിൽ കേരളം എത്രയാണ്? 56 വരുന്നത്. 53 ഒക്ടോബർ ജനുവരി 28 പക്ഷെ കേന്ദ്രത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിൽ വരുന്നത് 52 മെയ് 31 നിലവിൽ വരുന്നുണ്ട് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ തന്നെയാണ്. ഉദ്ഘാടനം ചെയ്തത് നെഹ്റു. അവരുടെ മുഖപത്രം പറയാമോ? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതെന്ന് വെച്ചാൽ കേളിയാണ്. ഏതായിരുന്നു മുഖപത്രം? കേളിയാണ്. ലളിതകലാ അക്കാദമി കേന്ദ്രത്തിൽ വരുന്നത് 54, കേരളത്തിൽ വരുന്നത് 62. അപ്പോൾ സാഹിത്യ അക്കാദമി കേരളത്തിന്റെ 3 പറഞ്ഞ് കേരള സാഹിത്യ അക്കാദമി 56, സംഗീത അക്കാദമി 58, ലളിതകലാ അക്കാദമി എന്താണ് 62 ലളിതകലാ അക്കാദമി. 3ന്റെ ആസ്ഥാനം എവിടെയാണ്? 3ന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയായിരുന്നു? 3ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എടുത്തു ചോദിക്കാറുണ്ട്. തൃശ്ശൂരിലെ ചെമ്പുകാവ് എന്നൊക്കെ ചോദിക്കില്ലേ. ഇനി നാടകകലാ അക്കാദമിയും കൂടെ അതിന്റെ കൂടെ അങ്ങ് പഠിച്ചേരെ. 1995 നാടകകലാ അക്കാദമി വരുന്നത്. 95 ജൂൺ 28 പ്രവർത്തനം 96 വരുന്നത് കേട്ടോ. 95 ജൂൺ 28 പക്ഷെ പ്രവർത്തനം 1996 ജനുവരി 20 കൂടിയാണ് പ്രവർത്തനം വരുന്നത്. കണ്ണൂരിലെ ചിറക്കലല്ലേ ആസ്ഥാനം. മാസിക ഏതാണ്? മാസിക പൊലി. മാസിക എന്ന് പറയുന്നത് പൊലിയാണ്. ഏതാ? കേരള നാടകകലാ അക്കാദമിയുടെ മുഖപത്രം ഏതെന്ന് വെച്ചാൽ നാടകകല ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ നമുക്കൊരു മണ്ണടിയിലുണ്ട് അല്ലെ. മണ്ണടി. കേരള കലാമണ്ഡലം നിലവിൽ വന്ന വർഷം എന്ന 1930 കേരള കലാമണ്ഡലം നിലവിൽ വരുന്നത്. അത് സർക്കാർ ഏറ്റെടുക്കുന്നത് 1957 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചു. 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചു. ഈ ചെയർമാൻ സ്ഥാനം വഹിച്ച ഏക ജ്ഞാനപീഠ ജേതാവ് ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ചെയർമാൻ സ്ഥാനം വഹിച്ച ഏക ജ്ഞാനപീഠ ജേതാവ് നമ്മുടെ ONV കുറുപ്പാണ്. ONV കുറുപ്പിന്റെ
ആരുടെ ആത്മകഥയുടെ പേര് പറഞ്ഞേ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് അല്ലെ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ ആത്മകഥയാ? ONV കുറുപ്പിന്റെ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 68 വന്നത്. സ്ഥാപക ഡയറക്ടർ NV കൃഷ്ണവാര്യരാണ് അല്ലെ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 വരുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62. കെ ഭാസ്കരൻ നായരാണ് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടൊക്കെ വരുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് 1981 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത്. മാസികയുടെ പേര് പഠിച്ചു വെക്കണേ, തളിരാണ് മാസികയുടെ പേരെന്ന് പറയുന്നത് അല്ലെ? തുഞ്ചൻ സ്മാരകം തിരൂരല്ലേ? കുഞ്ചൻ സ്മാരകം എവിടെ? കിള്ളിക്കുറിശി മംഗലം പാലക്കാടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം നമ്മുടെ അമ്പലപ്പുഴയിലും ഉണ്ടെന്ന് അല്ലെ? കുഞ്ചൻ നമ്പ്യാർ. ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിൽ അല്ലെ? ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിൽ. കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ്. ഉള്ളൂർ സ്മാരകം അല്ലേ? ജഗതി. മുണ്ടശ്ശേരി സ്മാരകം എവിടെ? മുണ്ടശ്ശേരി തൃശ്ശൂരാണ്. മുണ്ടശ്ശേരി സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ. ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് അവിടെയല്ലേ? തൃശ്ശൂരിലെ ചെമ്പുകാവ് അല്ലെ? തൃശ്ശൂരിലെ ചെമ്പുകാവ്. തൃശ്ശൂരിലെ പുന്നയൂർ കുളത്ത് ജനിച്ചതാരാ? ബാലാമണിയമ്മയൊക്കെ അല്ലെ? നാലപ്പാട്ട് ബാലാമണിയമ്മയൊക്കെയാണ് പുന്നയൂർ കുളത്ത് ലഭിച്ചത്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുളയിൽ. സുഗതകുമാരി ജനിച്ചത് അവിടെയല്ലേ? ആറന്മുളയിലല്ലേ സുഗതകുമാരി ജനിച്ച? സുഗതകുമാരിയുടെ സ്മാരകം വരുന്നത് ആറന്മുളയിലല്ലേ? അവരുടെ സുഗതകുമാരിയുടെ ഭവനമല്ലേ നമ്മുടെ സ്മാരകമായി, സംരക്ഷിത സ്മാരകമായി വാഴുവേലിൽ തറവാട് അല്ലെ? വാഴുവേലിൽ തറവാട്. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഏതാ? രാത്രിമഴ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് പാതിരാപ്പൂക്കൾക്കും. വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡൊക്കെ കിട്ടിയത് അമ്പലമണിക്കുമായിരുന്നു. വയലാർ അവാർഡും ഓടക്കുഴൽ അവാർഡൊക്കെ കിട്ടിയതൊക്കെ അമ്പലമണിക്കായിരുന്നു സുഗതകുമാരിക്ക് അല്ലെ? മുത്തുച്ചിപ്പി, പാവം മാനവ ഹൃദയം, പാതിരാപ്പൂക്കൾ, ഒത്തിരി കൃതികളുണ്ട്. പാതിരാപ്പൂക്കൾ, രാത്രിമഴ, ഇതൊക്കെ അവരുടെ പ്രശസ്തമായ സുഗതകുമാരിയുടെ പ്രശസ്ത കൃതികളാണ്. സുഗതം ഹരിതമൊക്കെ നമ്മുടെ PSCയുടെ ആസ്ഥാനത്ത് വന്ന ആ പൂന്തോട്ടമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നാട്ടുമാൻ തോപ്പുകൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. മൂലൂർ സ്മാരകം ഇളവുംതിട്ട അല്ലെ? മൂലൂർ സ്മാരകം എവിടെ? ഇളവുംതിട്ട. സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ S പത്മനാഭ പണിക്കരല്ലേ? മൂലൂർ സ്മാരകം ഇളവുംതിട്ട. ഇളവുംതിട്ടയുടെ വേറൊരു ചോദ്യം പറഞ്ഞേ, നമ്മുടെ ശിവഗിരി തീർത്ഥാടനം തുടങ്ങുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചിട്ടുള്ളേ? ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് മൂലൂർ വെച്ചാണ്. ചെറുകാടിന്റെ സ്മാരകം മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലുണ്ട്. പി കുഞ്ഞിരാമൻ നായർ സ്മാരകം എവിടെയാണെന്ന് അറിയാമോ? കാസർഗോഡ് കാഞ്ഞങ്ങാട്. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ സ്മാരകം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെ? ചേറായി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ ചേറായിയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. ഗുരു ഗോപിനാഥ് കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവാണ്. ഗുരു ഗോപിനാഥ് കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഈ കൂത്തിനും കൂടിയാട്ടം, കഥകളി ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരുവനന്തപുരത്ത് വന്ന ആ സ്ഥാപനം അല്ലെ? പരിശീലനവും പരീക്ഷണവും നൽകുന്ന പരിശീലനം നൽകുന്ന ആ സ്ഥാപനം. കൂത്ത്, കൂടിയാട്ടം, കഥകളി, നങ്ങ്യാർ കൂത്ത്, ഇതിന്റെയൊക്കെ പ്രധാന സ്ഥാപനത്തിന്റെ പറയുന്ന പേര് മാർഗി. മറന്നുവരുത്, മാർഗി. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ് അല്ലെ? മിഴാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? കടമനിട്ടയിലാണ് നമ്മുടെ പടയണി. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? തപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? സംസ്കൃതം രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. സംസ്കൃതം രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. നമ്മുടെ UNOയുടെ ഭരണഘടനയുണ്ടല്ലോ, UN ഭരണഘടനയുടെ പേരെന്താ? UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഒരേ ഒരു ഭാഷ ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ട സംസ്കൃതമാണ് കേട്ടോ. ക്ലാസിക്കൽ ഭാഷാ പദവിയിൽ വെച്ച രണ്ടാമത്തെ ഭാഷയും സംസ്കൃതമല്ലേ? ഒന്നാമത്തെ ഭാഷ തമിഴാണ്, രണ്ടാമത്തെ ഭാഷ ഏതെന്ന് ചോദിച്ചാൽ സംസ്കൃതമാണ്. നമുക്ക് ഏതാ? മലയാളത്തിന് എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനമാണ്. 6ാം സ്ഥാനം ആർക്കാണ്? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച 6ാമത്തെ ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ് നമ്മൾ പറയേണ്ടത്. ഒഡിയ. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുള. ആറന്മുള ഏത് ജില്ലയിലെ? പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ഏതാ? പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിൽ അല്ലേ? പൂന്തേനരുവി വെള്ളച്ചാട്ടം എവിടെ? എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇടുക്കിയിലാണ്. പാലരുവി വെള്ളച്ചാട്ടമാണ് നിങ്ങൾ എന്ത് പറയേണ്ടത്? പാലരുവി കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഒരു പ്രശസ്തമായ വന്യജീവി സങ്കേത കേന്ദ്രമല്ലേ ചെന്തുരുണി. തുമ്പികളുടെ കണക്കെടുപ്പ് ആദ്യമായിട്ട് എടുത്തത് ചെന്തുരുണിയിലല്ലേ? ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം വന്ന വർഷം 1984. അപ്പൊ ചെന്തുരുണി നിലവിൽ വന്നത് 1984. ചെന്തുരുണി മാത്രമല്ല, ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി, കണ്ണൂരിൽ ആറളോ, അതെല്ലാം നിലവിൽ വന്നത് 1984 കേട്ടോ. ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി, ആറളോ അല്ല, ചിന്നാറ്, ചിമ്മിനി, ചെന്തുരുണി ഇതൊക്കെ നിലവിൽ വന്നത് 1984 ഇതൊക്കെ നിലവിൽ വന്നത് കേട്ടോ. ചിന്നാറ് ഇടുക്കി, ചിമ്മിനി എവിടെ? തൃശ്ശൂർ. ചിമ്മിനി എവിടെയായിരുന്നു? തൃശ്ശൂരാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ഇത്രയും ഓർത്തു വെച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥ. ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ദ്രവ്യത്തിന്റെ
10ാമത്തെ അവസ്ഥ സൈനിക സേന LDCക്ക് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ അങ്ങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ്രവ്യത്തിന്റെ 8ാമത്തെ, ദൈവത്തിന്റെ 8ാമത്തെ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അത് ഞാനും ശ്രദ്ധിച്ചില്ല. അതിനു മുമ്പേ ഞാൻ അങ്ങ് ക്ലാസ് അങ്ങ് തുടങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ അതങ്ങ് മാറ്റിയേക്കായിരുന്നു. ദ്രവ്യത്തിന്റെ അവസ്ഥ 8ാമത്തെ അവസ്ഥ റൈഡ്ബർഗ് മാറ്റർ. നമുക്കൊന്ന് നോക്കാം എന്താണ് ആ അവസ്ഥകളുടെ പേരുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. 1ാമത്തേത് ഖരം, 2ാമത്തെ ദ്രാവകം, 3 വാതകം, 4ാമത്തേത് പ്ലാസ്മ, 5ാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7ാമത്തെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7ാമത്തെ ഏതാണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അവിടെ വരെ ഒരുവിധം എല്ലാവരും നമ്മളെ പ്രിലിംസ് പരീക്ഷയ്ക്ക് 8, 9, 10 കണ്ടോ. 8ാമത്തേത് റൈഡ്ബർഗ് മാറ്റർ ആണ്, റൈഡ്ബർഗ് മാറ്റർ. 9ാമത്തേത് ജാൻ ടെല്ലർ മെറ്റൽ. 10ാമത്തേത് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്, കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ആണ് 10ാമത്തെ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നും അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഖരം എന്താണെന്ന് അതൊക്കെ ഊഹിക്കാലോ. ദ്രാവകം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വാതകം, പ്ലാസ്മ. പ്ലാസ്മ കണ്ടോ, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാലും, ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാലും പ്ലാസ്മ അവസ്ഥയിൽ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയിലാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ചോദിച്ചാലും പ്ലാസ്മയാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോഡീകരിക്കപ്പെട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയാണ്. അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, നമ്മുടെ ഇന്ത്യക്കാരനായ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവർ ചേർന്നാണ് ദ്രവ്യത്തിന്റെ ഈ അവസ്ഥ ആദ്യമായിട്ട് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്തത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക, ഒന്ന് വായിച്ച് പഠിച്ചു വെക്കുക. 75-ൽ എറിക് കോർണർ എന്നിവരെ ഈ ദ്രവ്യരൂപം കണ്ടുപിടിച്ചത്. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുമായി സാദൃശ്യമുള്ളതാണ്. ഫെർമിയോണുകൾ കൂടിച്ചേർന്നാണ് ഈ ദ്രവ്യാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത്. 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക ഘടകങ്ങളാണ് ക്വാർക്ക്. പ്രപഞ്ചോൽപത്തിയുടെ ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടായ ദ്രവ്യരൂപമാണ് ഇത്. അപ്പൊ ആ പേരുകൾ ഒന്ന് വായിച്ച് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പഠിച്ചേക്കണം. 8, 9, 10 കണ്ടോ. റൈഡ്ബർഗ് മെറ്റൽ, ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥ. ആറ്റങ്ങൾ കൂടി ചേർക്കപ്പെട്ട റൈഡ്ബർഗ് മാറ്റൽ നിർമ്മിക്കപ്പെടുന്നത്. നിശ്ചിത താപനിലയിൽ ഈ ആറ്റങ്ങൾ അയോണുകളായും ഇലക്ട്രോണുകളായും വിഭജിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ജാൻ ടെല്ലർ മെറ്റൽ ഒന്ന് പഠിച്ചു വെക്കണം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. അത് കണ്ടുപിടിച്ച ആളുമായി ബന്ധപ്പെട്ട ആർതർ ജാനും എഡ്വേർഡ് ടെല്ലറും എന്ന് പറയുന്നതാണ്. എടുക്കണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആണ് ഒന്ന് എഴുതിയിട്ടുണ്ട്. കളർ ഗ്യാസ് കണ്ടൻസേറ്റ് 10ാമത്തെ അവസ്ഥയായിട്ട് പ്രവചിക്കപ്പെട്ട ദ്രവ്യരൂപമാണ് കളർ ഗ്യാസ് കണ്ടൻസേറ്റ്. സൈദ്ധാന്തികമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ ഈ ദ്രവ്യത്തിന്റെ പരീക്ഷണശാലയിൽ ഈ നിർമ്മിക്കപ്പെട്ട കഴിഞ്ഞിട്ടില്ല. സൈദ്ധാന്തികമായി ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ദ്രവ്യരൂപം ഇതുവരെയും പരീക്ഷണശാലകളിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഓട്ടെ, അഗ്രഹാരത്തിലെ കഴുത എന്ന പ്രശസ്ത സിനിമ സംവിധാനം ചെയ്ത മലയാള സംവിധായകനായിരുന്നു വെച്ചിട്ടുണ്ട് ജോൺ അബ്രഹാം. ജോൺ അബ്രഹാമിനെ മറന്നുപോകരുത്. അമ്മയെ അറിയാൻ, അദ്ദേഹത്തിന്റെ മലയാളത്തിലെ ഒരു പ്രശസ്ത സിനിമയാണ് അമ്മയെ അറിയാൻ എന്ന് പറയുന്നത്. അമ്മയെ അറിയാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി ജനകീയമായി ഇറങ്ങിയ മലയാളത്തിലെ ജനങ്ങളെ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മലയാള സിനിമ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഏതായിരുന്നു? അമ്മയെ അറിയാനാണ് നമ്മൾ പറയേണ്ടത്. അതൊക്കെ ജോൺ അബ്രഹാമിന്റെ സിനിമകളെല്ലാം ഒന്ന് നോക്കുകയാണ്. അതുപോലെ ഏറ്റവും പ്രശസ്ത സിനിമാ സംവിധായകരുടെ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. ജോൺ അബ്രഹാമിന്റെയും നമ്മുടെ ജയരാജ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ, ജോൺ അബ്രഹാമിന്റെ അഗ്രഹാരത്തിലെ ഹരിതയാണ് ഏറ്റവും പ്രശസ്തമായ, അത് തമിഴ് ചിത്രമായിരുന്നു കേട്ടോ. എന്നാലും ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് ജോൺ അബ്രഹാമിന്റെ വിദ്യാർത്ഥികളെ ഇതിലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ചിത്രമാണ് വിദ്യാർത്ഥികളെ ഇതിലെ, അമ്മയെ അറിയാൻ മറന്നുപോരുത്, അമ്മയെ അറിയാൻ, അഗ്രഹാരത്തിലെ കഴുത, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, ഇതൊക്കെ ആരുടെയെന്ന് വെച്ചാൽ ജോൺ അബ്രഹാമിന്റെ, മലയാളത്തിലെ പ്രശസ്ത സംവിധായകനാണ്. കഴിഞ്ഞ ഈ ഒരു LDCക്ക്, ഈ അടുത്ത കാലത്ത് നടന്ന LDCക്ക് ജി അരവിന്ദന്റെ ചിത്രങ്ങൾ താഴെ പറയുന്നത് ജി അരവിന്ദന്റെ ചിത്രമല്ലാത്തത് ഏതെന്ന് ചോദിച്ചോണ്ടല്ലേ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? എസ്തപ്പാൻ, പോക്കുവെയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, വാസ്തുകാര, തമ്പ്, കുമ്മാട്ടി, ഉത്തരാ സ്വയംവരം, കാഞ്ചന സീത, ഇതൊക്കെ നമ്മുടെ ജി അരവിന്ദൻ തന്നെയാണ്. ജി അരവിന്ദന്റെ പ്രശസ്ത ചിത്രങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഉത്തരാ സ്വയംവരം, കാഞ്ചന സീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, വാസ്തുകാര, ചിദംബരം, ഇതൊക്കെ ആരുടെയായിരുന്നു? ജി അരവിന്ദന്റെ സിനിമയായിരുന്നു. ഹരിഹരന്റെ സിനിമയും പഠിച്ചു വെച്ചിരിക്കണം. പഴശ്ശിരാജ ഹരിഹരന്റെ അല്ലേ, പഴശ്ശിരാജ. അതുപോലെ നമ്മുടെ ഒരു വടക്കൻ വീരകഥ പഴശ്ശിരാജയുടെയാണ്. ഒരു വടക്കൻ വീരകഥ, പഴശ്ശിരാജ, നഗക്ഷതങ്ങൾ, മോനിഷയ്ക്ക് അവാർഡ് കിട്ടിയ നഗക്ഷതങ്ങൾ, പഞ്ചാഗ്നി, അത് ഹരിഹരന്റെയാണ്. പഞ്ചാഗ്നി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, സർഗം, ആരണ്യകം, ഇതൊക്കെ ആരുടെയായിരുന്നു? ഹരിഹരന്റെ പ്രശസ്ത സിനിമയാണ്. അതുപോലെ ഷാജി എൻ കരുൺ, പ്രശസ്ത സംവിധായകനാണല്ലോ മലയാളത്തിലെ. ഷാജി എൻ കരുണിന്റെ സിനിമ പഠിച്ചു നോക്കണം. പിറവി, സ്വമ്മ്, വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക്, ഇതൊക്കെയാണ് ഷാജി എൻ കരുണിനെ ലോക പ്രശസ്തമാക്കിയ ചിത്രം. പിറവി, സ്വമ്മ്, വാനപ്രസ്ഥം, കുട്ടിശ്രാങ്ക്, ഇതൊക്കെ ആരുടെയാണ്?
ആരായിരുന്നു? ഷാജി എൻ കരുൺ. പിന്നെ പ്രശസ്തമായ മലയാളത്തിലെ ഒരു സംവിധായകനല്ലേ ജയരാജിന്റെ നമുക്ക് ഒരുവിധം എല്ലാം അറിയാവുന്നതാ. ഏതൊക്കെയാണ്? ദേശാടനം, കളിയാട്ടം, ശാന്തം, കരുണം, സ്നേഹം, പകർനാട്ടം, മകൾക്ക്, ഒറ്റാൽ ഈ അടുത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ദേശാടനം, കളിയാട്ടം, ശാന്തം, കരുണം ഒക്കെ ഏതാന്ന് ചോദിച്ചാൽ ജയരാജിന്റെ. അതുപോലെ മലയാളത്തിലെ ഒരു പ്രശസ്ത സംവിധായകനാണ് ടി വി ചന്ദ്രന്റെ പഠിച്ചു നോക്കണം. ഏതൊക്കെയാണ്? നമ്മുടെ പൊന്തൽമാട, സൂസന്ന, ഡാനി, മങ്കമ്മ, പാഠമൊന്നൊരു വിലാപം ടി വി ചന്ദ്രന്റെ ആയിരുന്നു. കഥാവശേഷൻ, ആലീസിന്റെ അന്വേഷണം, ഇതൊക്കെ ടി വി ചന്ദ്രന്റെ ആയിരുന്നു കേട്ടോ. ഏതൊക്കെയായിരുന്നു? പൊന്തൽമാട, കഥാവശേഷൻ, സൂസന്ന, മങ്കമ്മ, ഡാനി, ഭൂമിയുടെ അവകാശികൾ, പാഠമൊന്നൊരു വിലാപം, ആലീസിന്റെ അന്വേഷണം, ഇതൊക്കെ ആരുടെയായിരുന്നു? ടി വി ചന്ദ്രന്റെ ആയിരുന്നു. അത് സംവിധായകൻ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, മലയാളത്തിൽ നിന്നും പ്രശസ്തമായ ദേശീയ അവാർഡ് കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണ്? മലയാളത്തിൽ നിന്നും ദേശീയ അവാർഡ് ചെമ്മീൻ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ ലഭിച്ച സിനിമകൾ 1965 ചെമ്മീൻ, രാമു കരിയാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ. പിന്നെ 1972 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരത്തിന് കിട്ടി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രങ്ങൾ പറയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമകളല്ലേ പറയേണ്ടത്. അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രങ്ങൾ ഓർമ്മയുണ്ടോ? വിധേയൻ, മതിലുകൾ, അനന്തരം, അല്ലെ? വിധേയൻ, മതിലുകൾ, അനന്തരം, നാലു പെണ്ണുങ്ങൾ ഈ അടുത്ത കാലത്തും ചോദിച്ചായിരുന്നു അല്ലെ? കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, നിഴൽക്കുത്ത്, കഥാപുരുഷൻ, ഒരു പെണ്ണും രണ്ടാണും തുടങ്ങിയവയൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രശസ്ത ചിത്രങ്ങൾ. ഏതൊക്കെയായിരുന്നു? അനന്തരം, വിധേയൻ, മതിലുകൾ, നാലു പെണ്ണുങ്ങൾ, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, നിഴൽക്കുത്ത്, കഥാപുരുഷൻ, ഇതൊക്കെ ആരുടെയായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷമെന്ന 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സിനിമയുടെ ലോകം എന്ന് പറയുന്ന ഒരു കൃതി ഇദ്ദേഹത്തിന്റെയാണ് കേട്ടോ. സിനിമയുടെ ലോകം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ എലിപ്പത്തായം എന്ന സിനിമയ്ക്ക് എന്ത് കിട്ടി? ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായമാണ്. പിന്നെ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സാംസ്കാരിക ബഹുമതിയുണ്ട്. ദ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചതും നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ സ്വയംവരം 1972 ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ എന്ത് കിട്ടി? ദേശീയ അവാർഡ് കിട്ടിയായിരുന്നു. ചെമ്മീന് ശേഷം മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുന്ന മലയാള ചിത്രം ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട സ്വയംവരം. ഇദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം എന്ന 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. അത് ഇത്രയൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഫ്രഞ്ച് സർക്കാരിന്റെ ലീജിയൻ ഓഫ് ഓണർ ബഹുമതിയൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, റസൂൽ പൂക്കുട്ടിയെ മറന്നു പോരുത്. റസൂൽ പൂക്കുട്ടി ഏതാ? പ്രധാനമായിട്ടും ശബ്ദ താരാപഥം. അദ്ദേഹത്തിന്റെ ആത്മകഥ പഠിച്ചു വെച്ചിരിക്കണം. ശബ്ദ താരാപഥമാണ്. ഓസ്കാർ അവാർഡ് നേടിയ ഒരേ ഒരു മലയാളിയായിരുന്നു വെച്ചാൽ റസൂൽ പൂക്കുട്ടി. വർഷം അറിയാമോ? 2008 സ്ലം ഡോഗ് മില്യനെയർ അല്ലെ? സ്ലം ഡോഗ് മില്യനെയറിലെ ശബ്ദ മിശ്രണത്തിനാണ് റസൂൽ പൂക്കുട്ടി. നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ വിളക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് റസൂൽ പൂക്കുട്ടിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് നേടിയ നടൻ ആരായിരുന്നു? PJ ആന്റണി, നിർമ്മാല്യം അല്ലെ? PJ ആന്റണി നിർമ്മാല്യമാണ് ദേശീയ അവാർഡ് നേടിയ നടൻ ആരെന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്തു വയ്ക്കുക. മലയാളത്തിലെ ആദ്യത്തെ 70M ചിത്രം പടയോട്ടം അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ 70M ചിത്രം പടയോട്ടമാണ്. ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം ഏതാ? തച്ചോളി അമ്പു അല്ലെ? നവോദയ അപ്പച്ചന്റെ തച്ചോളി അമ്പു ആണ് ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഏതെന്ന് വെച്ചാൽ. ആദ്യത്തെ കളർ സിനിമയല്ലേ? കണ്ടം വെച്ച കോട്ട്. ആദ്യത്തെ കളർ സിനിമ ഏതെന്ന് വെച്ചാൽ കണ്ടം വെച്ച കോട്ട്. ആദ്യ ചരിത്ര സിനിമ ഏതാ? മാർത്താണ്ഡവർമ്മയാണ്. YV റാവു സംവിധാനം ചെയ്ത ആദ്യത്തെ ചരിത്ര സിനിമ, നിരോധിക്കപ്പെട്ട സിനിമ എന്നൊക്കെ ചോദിച്ചാലും മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ പറയേണ്ടത്. ആദ്യ രാഷ്ട്രീയ സിനിമ ഏതെന്ന് ചോദിക്കാം. കബനി നദി ചുവന്നപ്പോൾ. ആദ്യ രാഷ്ട്രീയ സിനിമ ഏതാ? കബനി നദി ചുവന്നപ്പോൾ. PA ബെക്കറുടെയാണ് കേട്ടോ. PA ബെക്കറുടെയാണ് ആദ്യത്തെ രാഷ്ട്രീയ. നിയോ റിയലിസ്റ്റിക് സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് പരീക്ഷയ്ക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന അടുത്തടുത്ത് അങ്ങനെ പോകത്തേ ഉള്ളൂ. അടുത്തതിലേക്ക് നോക്കാം. കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്തതിനെ എന്ത് വിളിക്കാം? സൈബർ വാണ്ടലിസം അല്ലെ? സൈബർ വാണ്ടലിസം. അടുത്തേക്ക് നോക്കേ. സൈബറുമായി ബന്ധപ്പെട്ട് എല്ലാം ബുക്കുകളിൽ കിടക്കുന്ന തന്നെ. രാജ്യത്തിന്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. രാജ്യത്തിന്റെ ഏകതയും പരമാധികാരവുമായി ബന്ധപ്പെട്ടത് സൈബർ ടെററിസം. ഭാഗങ്ങൾ മോഷ്ടിക്കുന്നത് വാണ്ടലിസം. പിന്നെന്താ? ഇന്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോള്, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാം, വെബ്സൈറ്റ്
മെസ്സേജ്, വീഡിയോ ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണി എന്ത് വിളിക്കാം? സൈബർ സ്റ്റാക്കിംഗ് എന്ന് വിളിക്കാം. കമ്പ്യൂട്ടർ സ്കാനർ, പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ് ഇതുപോലുള്ള നിർമ്മിക്കുന്ന രീതിയെ സൈബർ ഫോർജറി, കൃത്രിമമായി നിർമ്മിക്കുന്നതിനെ എന്ത് വിളിക്കാം? ഫോർജറി. ഭീഷണിപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കാം? സ്റ്റാക്കിംഗ് എന്ന് വിളിക്കാം. ഒരു വ്യക്തിക്കെതിരെയോ ഒരു കമ്പനിക്കെതിരെയോ തെറ്റായ സന്ദേശങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്ന കുറ്റമാണ് സൈബർ ഡീഫേമേഷൻ എന്ന് വിളിക്കുന്നത്. സൈബർ ഡീഫേമേഷൻ. പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമിനിയൻ നാമത്തിന് സാദൃശ്യമുള്ള ഒരു ഡൊമിനിയൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപയോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നത് സൈബർ സ്ക്വാട്ടിംഗ് ആണ്. ഏതാണ്? സൈബർ സ്ക്വാട്ടിംഗ്. അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഇന്റർനെറ്റ്, മൊബൈൽ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നത് സൈബർ പോണോഗ്രാഫി. അതൊക്കെ നമുക്ക് അറിയാം അല്ലെ? സൈബർ പോണോഗ്രാഫി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ആൾഡോസ്റ്റിറോൺ. ഇങ്ങനെയുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാ? ആൾഡോസ്റ്റിറോൺ. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ ആണ്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ തന്നെയാണ്. ആമാശയ ദഹന രസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഏതാ? ഗ്രേലിൻ ആണ്. ഇത്രയുമാണ് ആ ഹോർമോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് വെക്കുന്നത്. ഹോർമോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക പ്രധാനമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അത് കൂടുതൽ ഒത്തിരി നേരമായ നിങ്ങൾക്ക് ഒരു ബോറായിരിക്കും അല്ലേ? ഇത്രയും നേരം കൊണ്ട് അവൻ പറഞ്ഞാലും ഒരു വക മനസ്സിലായതുമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം എനിക്ക് പണിയാവും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ ഏറ്റവും പ്രധാനമായിട്ടും. എന്നാലും കുറച്ചും കൂടെ റിവിഷൻ നടത്തി തരട്ടെ. ഓക്കെ, ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലേ? ഗാനമുടി. 2695 മീറ്റർ അല്ലേ? 2695 ഇടുക്കിയിലാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ജിന്ദാഗാഡ ഉയരം പറഞ്ഞേ. ജിന്ദാഗാഡ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ, ആന്ധ്രാപ്രദേശ് ഭാഗത്ത് ജിന്ദാഗാഡ. എത്ര? 1690 1690 മീറ്റർ ആണ് അല്ലെ? നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഏതാ? നദിക്ക് കുറുകെയുള്ള ധോള സാദിയ പാലം അല്ലെ? ഭുവൻ ഹസാരിക പാലം എന്നും മറ്റൊരു പേര് പറയത്തില്ലേ? ഭുവൻ ഹസാരിക പാലം. ലോഹിത് നദി, ബ്രഹ്മപുത്ര നദിയുടെ മറ്റൊരു പോഷക നദിയായ ലോഹിത് നദിയിലാണ് നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം വന്നത്. ഏതാ? ഭുവൻ ഹസാരിക പാലം എന്ന് പറയും. ലോഹിത് നദി 9.15 കിലോമീറ്റർ ആണ്. ഈ ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ബക്രാനങ്കൽ സത്ലജില. ഹിരാക്കുഡ് അണക്കെട്ടോ? ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ഈ ബക്ര അണക്കെട്ട് ഹിമാചൽ പ്രദേശിലും നങ്കൽ അണക്കെട്ട് എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചാബിലുമാണ് നമ്മൾ പറയേണ്ടത്. നങ്കൽ അണക്കെട്ട് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? പഞ്ചാബിലുമാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്? ഇന്ത്യയിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവ്? 163 കമ്മ്യൂണിറ്റി റിസർവ്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവ് നാഗാലാൻഡിലാണ് അല്ലെ? ഏറ്റവും കൂടുതൽ 93 കമ്മ്യൂണിറ്റി റിസർവ്. രണ്ടാമത് കമ്മ്യൂണിറ്റി റിസർവ് മേഘാലയയിൽ 65 എണ്ണമാണ്. 65 എണ്ണമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവ് ഉള്ളത് എവിടെയാണ്? നാഗാലാൻഡിൽ ആണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടല്ലേ മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ഏതായിരുന്നു? ആനന്ദ് കമ്മീഷൻ. എന്നാൽ മുല്ലപ്പെരിയാർ 1895 മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാ? മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് 1955 പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ? 1955. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ ഏതെഴുതാം? കാഞ്ഞിരമ്പുഴ അണക്കെട്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ കാഞ്ഞിരമ്പുഴയിലാണ് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് വെച്ചാൽ പള്ളിവാസൽ. 1940 ഇടുക്കിയിലെ മുതിരമ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി വരുന്നത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളത്ത് 54 ഇടുക്കിയിലെ തന്നെ മുതിരമ്പുഴയിൽ വരുന്നു. 54 വരുന്നു. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി 75 പെരിയാറിൽ വരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയോ ശബരിഗിരി 1966 വന്ന പമ്പ കക്കി ഡാമിലായിട്ട് നിൽക്കുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കൂടുതലും പമ്പയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാങ്കിങ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാങ്കിങ് മ്യൂസിയം തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ബാങ്കിങ് മ്യൂസിയം എന്ന് വിളിക്കുന്നത്. സഹകരണ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എവിടെ? കോഴിക്കോട് ജില്ലയിൽ സഹകരണ മ്യൂസിയം വന്നു കേട്ടോ. ബിസിനസ് മ്യൂസിയം കുന്നമംഗലം കോഴിക്കോട് ജില്ലയിൽ വന്നു. കാർട്ടൂൺ മ്യൂസിയം എവിടെയാണ്? കാർട്ടൂൺ മ്യൂസിയം കായംകുളത്ത് വന്നു. ഹെറിറ്റേജ് മ്യൂസിയം അല്ലേ അമ്പലവയൽ വന്നത്? ഹെറിറ്റേജ് മ്യൂസിയം അമ്പലം. ജയിൽ മ്യൂസിയം കണ്ണൂർ ജയിലിൽ വന്നു അല്ലേ? ജയിൽ മ്യൂസിയം വന്നത് കണ്ണൂരാണ്. സാഹിത്യ മ്യൂസിയം വരുന്നത് തിരൂരാണ്. സാഹിത്യ മ്യൂസിയം വന്ന എവിടെയാണ്? തിരൂർ. ന്യൂമിസ്
ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമങ്ങാട് വന്നു കേട്ടോ. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം എവിടെ വന്നത്? നെടുമങ്ങാടാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം വരുന്നത്. അപ്പം ന്യൂമിസ്മാറ്റിക്സ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അല്ലേ? രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഏതെന്ന് വെച്ചാൽ കോഴിക്കോടാണ് നമ്മൾ പറയേണ്ടത്. കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഏതാണ് നമ്മൾ പറയേണ്ടത്? കോഴിക്കോട് ആണ് നമ്മൾ പറയേണ്ടത്. കുഷ്ഠരോഗ നിവാരണ ദിനം എന്ന ജനുവരി 30 അല്ലെ? കുഷ്ഠരോഗ ദിനങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ക്യാൻസർ ദിനം എന്ന ഫെബ്രുവരി 4. ക്യാൻസർ ദിനം എന്ന ഫെബ്രുവരി 4. വൃക്ക ദിനമല്ലേ? മാർച്ച് 8 വൃക്ക ദിനം. നേരത്തെ വനിതാ ദിനവും പറഞ്ഞായിരുന്നു. വൃക്ക ദിനവും മാർച്ച് 8. ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. ക്ഷയരോഗ ദിനം മാർച്ച് 24. മാർച്ച് 21, 22, 21, 24 നമ്മൾ അടുപ്പിച്ച് അവിടെ പഠിക്കത്തില്ലേ? മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 ക്ഷയരോഗ ദിനം, മാർച്ച് 24 കാലാവസ്ഥാ ദിനം അല്ലെ? മാർച്ച് 21 വേറൊരു ദിനമുണ്ട്, വർണ്ണ വിവേചന ദിനം അല്ലെ? പിന്നെ ദേശീയ വാക്സിനേഷൻ ദിനവും മാർച്ച് 21 അല്ലേ നമ്മൾ പറയുന്നത്? അപ്പൊ ക്ഷയരോഗ ദിനം മാർച്ച് 24, വനദിനം മാർച്ച് 21, ക്ഷയരോഗ മാർച്ച് 21 വനദിനം, വാക്സിനേഷൻ ദിനം മാർച്ച് 21, വർണ്ണ വിവേചന ദിനം എന്നെന്ന് ചോദിച്ചാലും മാർച്ച് 21. ലോകാരോഗ്യ ദിനം എന്ന ഏപ്രിൽ 7. ഏപ്രിൽ 7 എന്ന് വെച്ചാൽ ലോകാരോഗ്യ ദിനമാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ഓട്ടിസം ദിനം ഏപ്രിൽ 2 ആണ്. ഓട്ടിസം ദിനം എന്ന ഏപ്രിൽ 2. തണ്ണീർത്തട ദിനം എന്നല്ലേ ഫെബ്രുവരി 2 അല്ലേ? തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓട്ടിസം ദിനം ഏപ്രിൽ 2 ആണ്. ഹീമോഫീലിയ ദിനം പറയാമോ? ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനം. അതിനടുത്ത് തന്നെ മലേറിയ ദിനവും ഏപ്രിൽ 25. മലേറിയ ദിനം എന്നെന്ന് വെച്ചാൽ ഏപ്രിൽ 25 ആണ് നമ്മൾ പറയേണ്ടത്. ഹീമോഫീലിയ ദിനം പരീക്ഷയ്ക്ക് ചോദിച്ചു, പ്രിലിംസിന് ചോദിച്ചായിരുന്നു അല്ലേ? ഹീമോഫീലിയ ദിനവും പ്രമേഹ ദിനവും ചോദിച്ചായിരുന്നു. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണെങ്കിൽ മലേറിയ ദിനം ഏപ്രിൽ 25. പ്രമേഹ ദിനം എന്ന നവംബർ 14 അല്ലെ? ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് പ്രമേഹ ദിനം എന്ന് വിളിക്കുന്നത്. നവംബർ 14 ആണ് അല്ലെ? പുകയില വിരുദ്ധ ദിനം മെയ് 31 ആണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്ന മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായിട്ടാണ് ലോക ഹൃദയ ദിനം. അൽഷിമേഴ്സ് ദിനം പറയാമോ? അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത്. പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യദിനം എന്ന ഒക്ടോബർ 16. ഭക്ഷ്യദിനം എന്നായിരുന്നു നമ്മൾ പറയേണ്ടത്. ഒക്ടോബർ 16 ഭക്ഷ്യദിനം എന്ന് പറയുന്നത്. അപ്പം ഭക്ഷ്യദിനം എന്തെന്ന് വെച്ചാൽ ഒക്ടോബർ 16. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ് നമ്മൾ പറയുന്നത്. ജൂൺ 5 ഏത് ദിനം? പരിസ്ഥിതി ദിനമാണ് ജൂൺ 5 ആയിട്ട് നമ്മൾ പറയുന്നത്. അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക അത്യാവശ്യമായിട്ട്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി, ഭരണനിർവഹണ തലസ്ഥാനം വിശാഖപട്ടണം, നീതിന്യായ തലസ്ഥാനം കുർണൂലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി, ഭരണനിർവഹണ തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ വിശാഖപട്ടണം, നീതിന്യായ തലസ്ഥാനം ഏതാണ്? കുർണൂല്. ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് വരുന്നത് നമ്മുടെ മധ്യപ്രദേശിലെ രേവയിലാണ്. ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് വരുന്നത് കേട്ടോ. ജനങ്ങൾക്ക് സമ്പൂർണ്ണമായും സൗജന്യ ഇൻഷുറൻസ് സുരക്ഷ ഉറപ്പാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ്. ഇൻഷുറൻസ് സുരക്ഷ ഉറപ്പാക്കിയ സംസ്ഥാനം ഏതാ നമ്മൾ പറയേണ്ടത്? മഹാരാഷ്ട്രയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കുന്ന പുസ്തക തലസ്ഥാനങ്ങളെ തെരഞ്ഞെടുക്കുമല്ലോ, തെരഞ്ഞെടുക്കുന്നത് യുനെസ്കോയാണ് കേട്ടോ. പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോയാണ് ലോക പുസ്തക തലസ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സംഘടന ഏതെന്ന് വെച്ചാൽ അത് നല്ലൊരു ചോദ്യമായിരുന്നു. അതുപോലെ ഈ 2021 പുസ്തക തലസ്ഥാനം ജോർജിയയുടെ ടിബിലിസിയും 2022 അടുത്തത് മെക്സിക്കോയുടെ ഗോഡലജാര എന്ന് പറയുന്ന സ്ഥലവുമാണ്. മെക്സിക്കോയുടെ ഗോഡലജാരയും 2022 പുസ്തക തലസ്ഥാനം. 2021 പുസ്തക തലസ്ഥാനം ജോർജിയയുടെ ടിബിലിസിയും. 2020 എവിടെയായിരുന്നു? മലേഷ്യയിലെ കോലാലംപൂരിലായിരുന്നു. 2020 മലേഷ്യയുടെ കോലാലംപൂർ. നമുക്ക് 2003 ഡൽഹി വന്നിട്ടുണ്ട് പുസ്തക തലസ്ഥാനമായിട്ട്. 2023 ഡൽഹി പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തായിരുന്നു. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അത് പരീക്ഷയ്ക്ക് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതായിരുന്നു? ബംഗാളിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് തെലുങ്ക്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷയും തെലുങ്ക് അല്ലേ? ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് തെലുങ്കാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ആന്ധ്രാപ്രദേശ് നമ്മൾ പറയേണ്ടത്. ആന്ധ്രാപ്രദേശ്. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം നിലവിൽ വന്ന വർഷം എന്ന 1896 കൊച്ചി കുടിയാത്മ നിയമം വന്നത് 1914. മലബാർ മാനുവൽ എഴുതിയതാരാ? വില്യം ലോഗൻ. വില്യം ലോഗനാണ് മലബാർ മാനുവൽ എഴുതിയതാരെന്ന് ചോദിച്ചാൽ അല്ലേ? മലബാർ
വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാ? നവലവാർ വന്യജീവി സങ്കേത കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിൽ എന്ന് ചോദിച്ചാൽ ഗുജറാത്തി ഭാഷയിലാണ് നമ്മൾ പറയുന്നത്. ഈ പ്ലാസ്റ്റിക് മണി എന്ന് വിളിക്കുന്നത് എന്തിനാ? പ്ലാസ്റ്റിക് മണി എന്ന് വിളിക്കുന്നത് ബാങ്ക് കാർഡുകളെ, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കറൻസി പുറത്തിറക്കിയ ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയയാണ്. പ്ലാസ്റ്റിക് കവറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇനം പോളിത്തീൻ വെച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷവാതകം ഡയോക്സിനാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേര് ബേക്കലൈറ്റ്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേരെന്താ? ബേക്കലൈറ്റ്. പ്ലാസ്റ്റിക്കിലെ പ്രധാന ഘടകമൂലകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ആണ് നമ്മൾ പറയുന്നത്. പ്ലാസ്റ്റിക്കിലെ പ്രധാന ഘടകമൂലകം ഏതായിരുന്നു? കാർബൺ. ഈ കൈത്തറി സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് ഹാൻഡെക്സ്. ഹാൻഡെക്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇടനിലക്കാരുടെ സഹായമില്ലാതെ കൈത്തറി തൊഴിലാളികളെയും ഉപഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്ന സ്ഥാപനമാണ് ഹാൻവീവ്. അതിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. അതിന്റെ ആസ്ഥാനം ഏതാ? കണ്ണൂര്. ഏറ്റവും കൂടുതൽ കൈത്തറികൾ ഉള്ള ജില്ല കണ്ണൂരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ് നമ്മൾ പറയേണ്ടത്. ഈ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കേരള സർക്കാർ പദ്ധതിയല്ലേ അതുല്യം പദ്ധതി. പക്ഷേ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അക്ഷര കേരളം പദ്ധതി കേട്ടോ. അക്ഷര കേരളം പദ്ധതിയാണ്. ഈ IT ആക്ട് 2000 ഉണ്ടല്ലോ, 2000 നിലവിൽ വരുന്നത്. ഈ IT ആക്ട് 2000 നിലവിൽ വരുമ്പോൾ 2000 ഒക്ടോബർ 17 നിലവിൽ വരുന്നത്. എത്ര സെക്ഷൻ ഉണ്ട്? സെക്ഷനുകൾ 94, ചാപ്റ്ററുകൾ 13, ഷെഡ്യൂൾ 4. IT ആക്ട് നിലവിൽ വരുമ്പോൾ സെക്ഷൻ 94, ചാപ്റ്റർ 13, ഷെഡ്യൂൾ എത്രയായിരുന്നു? 4. IT ആക്ട് 2008 ഭേദഗതി ചെയ്തു. 2009 ഒക്ടോബർ 27 നിലവിൽ വന്നപ്പോൾ സെക്ഷനുകൾ 124, ചാപ്റ്റർ 14, ഷെഡ്യൂൾ 2 മാറി. ഷെഡ്യൂൾ എത്രയായി മാറി? 2 മാറി. അത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്താ? കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എത്രയാണെന്നറിയാമോ? ഒരു വർഷം ലഭിക്കുന്നത് 3107 മില്ലിമീറ്റർ ആണ്. വാർഷിക ശരാശരി താപനില എത്ര? കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന വാർഷിക ശരാശരി താപനില ചോദിച്ചാൽ 25നും 27.5 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് താപനില എന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? 1955 ബാന്തുങ് സമ്മേളനത്തിൽ വെച്ചാണ് ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നത്. ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1961 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് ആദ്യ സമ്മേളനം. നിലവിൽ വന്നത് എന്ന് ചോദിച്ചാലും 1961 പറയേണ്ടത്. നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 1961 പറഞ്ഞാൽ മതി. ചേരിചേരാ പ്രസ്ഥാനം, നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനം. ആംനസ്റ്റി ഇന്റർനാഷണൽ നിലവിൽ വന്നത് 61 ആംനസ്റ്റി ഇന്റർനാഷണൽ 61 പീറ്റർ ബെർസൺ അല്ലേ സ്ഥാപിക്കുന്നത്? ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ പീറ്റർ ബെർസൺ ആണ് അല്ലേ. പീറ്റർ ബെർസൺ. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ഇവിടെ ബെൽജിയത്തിലെ ബ്രസൽസ്. യുനെസ്കോ പാരീസ്. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ന്യൂയോർക്ക് ആണ് നമ്മളെ യൂണിസെഫിന്റെ ആസ്ഥാനം നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പം സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ജനീവയാണ്. ജനീവ. അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെങ്കിൽ യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെങ്കിൽ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പറയാമോ? ജനീവ. റെഡ് ക്രോസ് സൊസൈറ്റി 1863 ഇതിന്റെ വർഷങ്ങളൊന്നും പഠിക്കണേ. ലോക സംഘടനകൾ. യുനെസ്കോ വന്നത് 46, യുനിസെഫ് വന്നതും 46 വരുന്നത് കേട്ടോ. ഈ റെഡ് ക്രോസ് സൊസൈറ്റി 1863. യൂറോപ്യൻ യൂണിയൻ 1957 വരുന്നത്. ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസ് ആണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനം ലണ്ടൻ. മനുഷ്യാവകാശ സംഘടനയാണ് അല്ലെ. മനുഷ്യാവകാശ സംഘടനയാണ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തുക എന്ന് പറയുന്നത് ഈ സംഘടനയുടെ ആപ്തവാക്യമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. 61 എണ്ണ സംഘടനയല്ലേ ഒപ്പക്ക്. ഒപ്പക്കിന്റെ ആസ്ഥാനം ഇവിടെ ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ഒപ്പക്ക് വന്നത് 60. കോമൺവെൽത്ത് എന്നാ വന്നേ? കോമൺവെൽത്ത് 31 വന്നേ. കോമൺവെൽത്ത് സംഘടന എന്ന് ചോദിച്ചാലാണ് 31. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30 തന്നെയാണ്. സാർക്ക് രൂപം കൊണ്ടുവന്ന 85 നേപ്പാളിലെ കാഠ്മണ്ഡു അല്ലെ. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എന്ന് വിളിക്കുന്നത്. അസിയാന്റെ ആസ്ഥാനമാണ് ജക്കാർത്ത. ആസിയാൻ എവിടെയാണ്? ജക്കാർത്ത. ഇന്റർപോളിന്റെ ആസ്ഥാനം പാരീസിലെ ലിയോൺസ്. ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെ? പാരീസിലെ ലിയോൺ. IMF എന്നാ വന്നേ? 45 വാഷിംഗ്ടൺ DC. IMFും വേൾഡ് ബാങ്കും അല്ലെ. IMFും വേൾഡ് ബാങ്കും വന്നത് 1945 വാഷിംഗ്ടൺ DC. അന്താരാഷ്ട്ര ആണവോർജ സംഘടനയുടെ ആസ്ഥാനം എവിടെ? വിയന്ന. IMFന്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഏതാ? നിങ്ങളുടെ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് IMFന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ 3 പേർ പങ്കെടുത്തായിരുന്നു. ആരൊക്കെയാ ഇന്ത്യക്കാര്? RK ഷൺമുഖം ഷെഡ്ഡി, CD ദേശ്മുഖ്,
ദേശ്മുഖ്, BK മദൻ എന്ന് പറയുന്ന ആള്, BK മദന്, CD ദേശ്മുഖ്, RK ഷൺമുഖം ഷെട്ടി. ഈ IMF-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ. IMF-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചിട്ടില്ലേ? ഇർവിൻ ഫിഷർ അല്ലെ? ഇർവിൻ ഫിഷർ ആണ് അല്ലെ? IMF-ന്റെ കറൻസിയുടെ പേരെന്താ? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് SDR എന്ന് വിളിക്കുന്നു അല്ലെ? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് വിളിക്കുന്നത് IMF-നെയും വേൾഡ് ബാങ്കിനെയും അല്ലെ? IMF-ൽ ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് ആരാ? CBI. പ്രധാന അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടന ഏതാ നമ്മൾ പറയുന്നത്? UNEP. UNEP-യുടെ ആസ്ഥാനം ഏതാ? കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. ഈ കെനിയയിൽ വന്ന വേറൊരു പരിസ്ഥിതി സംഘടന പറഞ്ഞ കെനിയയിൽ വന്ന വേറൊരു പരിസ്ഥിതി സംഘടന നമ്മുടെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, വങ്കാരി മതായി സ്ഥാപിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. ഒരു ചെടി നടുമ്പോൾ നാം സമാധാനത്തിന്റെ ഒരു വിത്ത് പാവുകയാണെന്ന് പറഞ്ഞത് ആരാ? വങ്കാരി മാതായിയാണ്. ഇന്ത്യയിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്ന? സേവന അവകാശ നിയമം 2010 ഓഗസ്റ്റ് 18 മധ്യപ്രദേശിലാണ് നിലവിൽ വരുന്നത്. 2010 ഓഗസ്റ്റ് 18 മധ്യപ്രദേശ്. കേരളത്തിൽ സേവനാവകാശം വന്നത് 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശം നിലവിൽ വന്നത്. 2012 നവംബർ 1 ആദ്യം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലല്ലേ ഏറ്റവും കൂടുതൽ കാടുകൾ ഉള്ളത്? ഏറ്റവും കൂടുതൽ കാടുകൾ. അതുകൊണ്ട് ആദിവാസികൾ, പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് എവിടെയായിരുന്നു? മധ്യപ്രദേശാണെന്ന് പറയേണ്ടത്. മധ്യപ്രദേശിലാണ് പറയേണ്ടത് ഏറ്റവും കൂടുതൽ കാടുകൾ ഉള്ളത്. വനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ വനം ചോദിച്ചാൽ മിസോറാം പറയണം അല്ലെ? വനം കുറവും ശതമാനാടിസ്ഥാനത്തിൽ കുറവ് ചോദിച്ചാൽ സംസ്ഥാനം ചോദിച്ചാൽ ഏത് പറയണം? ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ. ഹരിയാന ഇന്ത്യയിലെ പാൽത്തൊട്ടി. പാനിപ്പട്ട് പ്രശസ്തമായി നമ്മുടെ ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്ര ജനിച്ചത് പാനിപ്പട്ടിലല്ലേ? പാനിപ്പട്ടിലായിരുന്നു അല്ലെ? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. പാനിപ്പട്ട് യുദ്ധങ്ങളൊക്കെ 1526, 1556, 1761 മൂന്ന് പാനിപ്പട്ട് യുദ്ധങ്ങൾ അല്ലെ? മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761 അല്ലെ? പ്ലാസി യുദ്ധം എന്ന 1757 പ്ലാസി യുദ്ധം. 1764 ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ഈ ലോക്പാൽ നിയമത്തിന്റെ തീയതിയും കൂടെ പറഞ്ഞേ. ലോക്പാൽ 2014 ജനുവരി 16 ലോക്പാൽ നിയമം നിലവിൽ വരുന്നത്. അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അംഗങ്ങൾ എത്ര പേരുണ്ട്? 9 പേരാണ്. ലോക്പാലിൽ അംഗങ്ങൾ എത്ര പേരുണ്ട്? 9 പേരാണ്. ഓക്കെ. ഈ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ ഷെഡ്യൂൾ 2 ഉള്ളൂ. ഷെഡ്യൂൾ എത്രയാണ്? വിവരാവകാശ കമ്മീഷനിൽ ഷെഡ്യൂൾ 2 ചാപ്റ്റർ 6 സെക്ഷനുകൾ 31. ചാപ്റ്റർ 6 സെക്ഷനുകൾ എത്രയാണ്? 31. ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാരാ? ആനി ബസന്റ്. ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബസന്റ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യാണ്. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാ? ജോനാഥൻ ഡങ്കൻ ആണ്. മറന്നു പോരുത്. ബനാറസ് സംസ്കൃത കോളേജ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തിന്റെ ഒരു പത്രം പറഞ്ഞ ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവ്യ. നേഷൻ എന്ന പത്രം ആരുടെ? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണോ? ആണ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റു. ക്രൊമേഡ് എന്ന പത്രം മൗലാന മുഹമ്മദ് അലിയുടെയാണ്. ക്രൊമേഡ് എന്ന പത്രം മൗലാന മുഹമ്മദ് അലി. അതുപോലെ ബോംബെ ക്രോണിക്കിൾ അല്ലേ നമ്മുടെ ഫിറോസ് ഷാ മേത്തയുടെ അല്ലേ? ബോംബെ കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രം എന്ന് ചോദിച്ചാലും ഫിറോസ് ഷാ മേത്ത. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ഒക്കെ ആരുടെയാണ്? ആനി ബസന്റ്. ആനി ബസന്റ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന ആരെയാ? ദീനബന്ധു CF ആൻഡ്രൂസ്. ദേശബന്ധു അല്ലേ? CR ദാസ്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ചല്ലേ സ്വരാജ് പാർട്ടി എന്താ രൂപീകരിക്കുന്നത്? 23 രൂപീകരിക്കുന്നത്. ദീനബന്ധു എന്ന് പറയുന്നത് CF ആൻഡ്രൂസ്. നമുക്കൊരു ദീനബന്ധു മിത്ര ഉണ്ടല്ലോ. ദീനബന്ധു മിത്ര കേട്ടിട്ടുണ്ടോ? എന്താ ഒരു നാടകം ആരുടെ എന്ന് വെച്ചിട്ടുണ്ട്? നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം ആരുടെയാ? ദീനബന്ധു മിത്രയുടെയാണ്. നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം. ഈ ദീനബന്ധു എന്ന് പറയുന്ന ഒരു പത്രം നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ ഓർമ്മയുണ്ടോ? കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചതാരാ? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ഏത് വർഷമാ കൊച്ചി രാജ്യപ്രജാമണ്ഡലം? 41 കൊച്ചി രാജ്യപ്രജാമണ്ഡലം വരുന്നത്. ദീനബന്ധു പത്രം അദ്ദേഹത്തിന്റെയാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ കേട്ടോ. 1941 തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് ദീനബന്ധു പത്രമൊക്കെ വരുന്നത്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് 1941 ഇന്ത്യയുടെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് അല്ലേ? രണ്ടാമത്തെ ആസൂത്രിത നഗരം ഏതാ? ജംഷഡ്പൂർ. രണ്ടാമത്തെ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. ഇന്ത്യയുടെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ആണെങ്കിൽ രണ്ടാമത്തെ ആസൂത്രിത നഗരം ഏതാ? ഗാന്ധിനഗർ. എന്താ ജംഷഡ്പൂർ? ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ഏതായിരുന്നു? ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത പർവ്വത നഗരം ഏതാ? പർവ്വത നഗരം ന്യൂ ബിലാസ്പൂർ. പർവ്വത നഗരം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? ന്യൂ ബിലാസ്പൂർ ആണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. തൊണ്ടയൊക്കെ പറ്റി കുറെ നേരം കൊണ്ട് ഇനി എത്ര സമയമായി എന്ന് അറിയാൻ വയ്യ. കുറച്ച് നേരം എന്നാലും പറ്റുന്ന കണക്ക് ഒരു പരീക്ഷയ്ക്ക് ഇതൊന്നും അല്ല
വേണ്ടേന്നറിയാം. എന്നാലും ഒരു ഇച്ചിരി നേരം നിങ്ങൾക്ക് ഫ്രീ കിട്ടുമ്പോൾ കേട്ടാൽ മതി. ഉള്ള സമയം വേസ്റ്റ് ആക്കണ്ട. നാളെയൊക്കെ റിവിഷൻ നടത്തേണ്ടവർ റിവിഷൻ നടത്തിയിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ഉള്ളപ്പോൾ ഒരു ഇച്ചിരി നേരം കേട്ടോണ്ടിരിക്കുക. ഇതൊന്നും എഴുതിയെടുക്കാൻ നിന്നാൽ അറിയാലോ അത്രയും സ്പീഡുണ്ട്. സ്പീഡിൽ ഇത്രയും പറഞ്ഞത് കൊണ്ടായിരിക്കും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഒത്തിരി ചോദ്യങ്ങൾ തന്നു. അതെല്ലാം ഇച്ചിരി സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വിശ്വസിക്കുന്നു. ഇച്ചിരി ഇടയ്ക്കെങ്ങാണ് ഒരു തെറ്റി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്നാൽ പറ്റുന്ന രീതിയിൽ ഒന്ന് കവിളൊക്കെ വീർത്തു ഇത്രയും നേരം ഇത്രയും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, പോയി നല്ല രീതിയിൽ പരീക്ഷ എഴുതണം എല്ലാവരും. ഇനിയും വരും, ഇനിയും ഞാൻ കാണാൻ വരും. ഞങ്ങൾക്ക് പറയാൻ പോവാം, പക്ഷേ ഞങ്ങൾ ഒരു സാറെന്ന നിലയിൽ ഒരു പിന്താങ്ങി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ പെർഫെക്റ്റ് ആവേണ്ടതും പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ പോകേണ്ടതും ഒന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾ ആ 1:30 മുമ്പ് ഹാളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണ് അങ്ങ് വെപ്രാളവും. ഇങ്ങനെ ആൺകുട്ടികൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം പറയുന്നില്ല. പക്ഷെ വളരെ അപൂർവമുള്ള ഒരു 10% ആൺകുട്ടികൾ പറയും കൈ വിറയ്ക്കുന്ന മനസ്സോട് പെട്ടെന്ന് അങ്ങോട്ട് തയ്യാറെടുപ്പ്, അതൊന്നും വേണ്ട, അങ്ങനെയുള്ളതൊന്നും ചിന്താഗതി ഒഴിവാക്കുക. എന്തിനങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഈ ഒരു അവസരം, ഈ അവസരം എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? എപ്പോഴും നല്ല പെർഫെക്റ്റായി ഇതെനിക്ക് ആവശ്യമാണ് എന്ന് ചിന്തിച്ച് തന്നെ പഠിച്ച് സന്തോഷത്തോടെ അങ്ങ് ഇരുന്ന് എല്ലാ ദിവസവും കൂടുതൽ അമിതമായി അങ്ങ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. വലിയ കട്ട് ഓഫ് ഡിഗ്രി ലെവലിന് വലിയ കട്ട് ഓഫ് ഒന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട. ക്വസ്റ്റ്യൻ്റെ നിലവാരം ഒന്ന് നോക്കണം. സാധാ പോലെയാണോ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലായാലും ഇനിയില്ല 1ഉം 2ഉം ശരിയാവോ, 3ഉം ശരിയാണോ എന്നൊക്കെ വായിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അതിൽ പറ്റുന്ന നല്ല രീതിയിൽ ചെയ്ത് പെർഫെക്റ്റ് ആക്കി വരാം. ദൈവം തരികയാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കും ആ ജോലി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ആത്മവിശ്വാസം. ഇനി ഇത്രയും നാൾ പഠിച്ചു എന്ന് പറയുന്നത് ഒരു വിധം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മനസ്സ് പതറാതിരിക്കുക. ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, മനസ്സ് എന്തിന് ഞങ്ങളൊക്കെ പരീക്ഷ എഴുതിയപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരാനുമില്ല, ലൈറ്റ് ആയിട്ട് അങ്ങ് പോവുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അവിടെ ചെന്നിരുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എടുത്ത് പറയാണ്, ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് എന്തിന് വളരെ അപൂർവമുള്ളവരേ ഉള്ളൂ ടെൻഷൻ, ബാക്കിയുള്ള അതുപോലെ എനിക്കും ടെൻഷൻ ഇല്ല എന്നങ്ങ് ചിന്തിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. വീട്ടിൽ തന്നെ ആയാലും സന്തോഷത്തോടെ ഇരിക്കുക. നല്ല രീതിയിൽ ഉറക്കം കൊടുക്കണേ. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഉറക്കമൊക്കെ കൊടുക്കുക. പേനയൊക്കെ നല്ല രീതിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഓർമ്മ. പിന്നെ സമയം ക്ലോക്ക് കാണത്തില്ല. ക്ലോക്ക് കണ്ടില്ലെങ്കിൽ ടീച്ചർ കൊണ്ട് ക്ലാസ്സിൽ ഏത് ടീച്ചറാണോ ജസ്റ്റ് അവർ ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് സമയം അത് എപ്പോഴും ടീച്ചറിനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യത്തിനൊന്ന് ചോദിച്ചാൽ ടീച്ചർ സമയം പറഞ്ഞു തരും. ടെൻഷൻ അടിച്ച് പിന്നെ ആ ടൈം അനുസരിച്ച് ബെല്ലടിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചങ്ങ് എഴുതിയാൽ മതി. അതുകൊണ്ട് പോയിട്ട് വാ, കുഴപ്പമൊന്നും വരത്തില്ല. ഇതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് ചിന്തിച്ചു പോകും. പിന്നെ ഇത് തന്നെ നേടണം എന്ന് തന്നെ വിചാരിക്കണം. അവസാന നിമിഷം വരെ നമ്മൾ ഇത് തന്നെ നേടണം എന്ന് തന്നെ പോകുന്നത് അല്ലേ. കുറേ പേർക്ക് കിട്ടും, കുറേ പേര് അടുത്ത പരീക്ഷകൾക്ക് ഇത് കഴിഞ്ഞ് തയ്യാറെടുക്കും. അങ്ങനെയാണല്ലോ PSC. അപ്പോൾ അതൊന്ന് നോക്കുക. കുറേ നാളത്തെ അധ്വാനത്തിന് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേടും. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, എന്നെ കൊണ്ട് കഴിയും. പറ്റുന്ന രീതിയിൽ റിവിഷൻ. ഇനി നിങ്ങൾ കറണ്ട് അഫേഴ്സുകളൊക്കെ ഫ്രീ ആയിട്ടിരുന്ന് വായിക്കുക. കറണ്ട് അഫേഴ്സ് മാത്രം വായിച്ചാലും മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡിഗ്രി ലെവലിന് പോകുന്നവർ കറണ്ട് അഫേഴ്സ് മാക്സിമം വായിച്ചു വിടുക കേട്ടോ. കറണ്ട് അഫേഴ്സ് വേറെ ഒന്നും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷോ കണക്കോ ഒന്നും നോക്കണ്ട. കണക്കൊക്കെ ടെൻഷൻ ഉള്ളവരെങ്ങാണ് നോക്കിയാൽ മതി. കറണ്ട് അഫേഴ്സ് മാക്സിമം വായിച്ചു വിടുക. അതിൽ തെറ്റിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട്. ഞങ്ങളുടെ എല്ലാ സാർമാരുടെയും പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയല്ലേ, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഞങ്ങളല്ലാതെ ഇതിനു വേണ്ടി ഒരു പ്രകസനത്തിന് വേണ്ടി വന്നില്ലല്ലോ. തൊണ്ടയൊക്കെ വറ്റി കുറേ നേരം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത് തന്നെ എന്തെങ്കിലും ഒരു പ്രകസനം ഉണ്ടാകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഓട്ടിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല. എന്നാൽ പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ ഇനിയും ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വരും കുറേ നല്ല ചോദ്യങ്ങളുമായിട്ട്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും നല്ലൊരു ജോലിയിൽ നല്ലൊരു ഉദ്യോഗസ്ഥനുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ നല്ല രീതിയിൽ എഴുതട്ടെ എന്ന് ആത്മവിശ്വാസത്തോടെ പോയി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.